السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സമയത്തും സന്ദർഭത്തിലും ഈ ഒരു ഒഴിവു ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ മാർഗദർശനത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും പഠിക്കുവാനും പകർത്തുവാനും വളരെ ബോധപൂർവം ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരുവാനും സമയം ചെലവഴിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുള്ളത്. നിസ്സഹായമായ അവസ്ഥയിൽ പരലോകത്ത് ഒരുമിച്ച് ചേരുമ്പോൾ ഈ ഒരു പ്രവർത്തനവും അനുബന്ധ കാര്യങ്ങളുമെല്ലാം ഉന്നതമായ പ്രതിഫലത്തിന് കാരണമാകുന്ന ഒരു അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ വിമർശകർക്കുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് മുസ്ലിങ്ങൾ പറയുന്നു എന്നുള്ളത്. ഒരു സങ്കുചിതമായ മനോഭാവമായിട്ടാണ് അതിനെ ഇസ്ലാമിന്റെ വിമർശകർ അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ അഭിമാനത്തോടുകൂടി ഒരു മുസ്ലിമിന് പറയാൻ സാധിക്കേണ്ട കാര്യമാണ് ഇസ്ലാം മാത്രമാണ് ശരി എന്നുള്ളത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. യഥാർത്ഥത്തിൽ ഏതൊരു ആദർശത്തോടും ഏതൊരു പ്രസ്ഥാനത്തോടും കൂറുണ്ട് എന്ന് പറയണമെങ്കിൽ അതാണ് ശരി എന്ന് പറയണ്ടേ? രാഷ്ട്രീയ രംഗത്തുള്ള ഉദാഹരണം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക. ഒരു പൊതുവേദിയിൽ ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ പറയുന്നു, ഇന്ത്യയുടെ രക്ഷയ്ക്ക് കോൺഗ്രസ് ആയാലും വല്ല വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് അയാൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകുമോ? ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നു BJP ആയാലും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടാകുമോ? ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ പോലും അവരവർ അംഗീകരിക്കുന്നതേ രക്ഷയുടെ മാർഗമുള്ളൂ എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പാർട്ടിയോട്, ആ ആശയത്തോട്, പ്രസ്ഥാനത്തോട് ആ വ്യക്തി കൂറുപുലർത്തുന്നത്. എന്നാൽ മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്ഷക്കുള്ളതാണ്. അത് ഏതായാലും മതി എന്ന് പറയുമ്പോ ഒന്നിനോടും ആത്മാർത്ഥത പുലർത്തുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ദഅവത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നു, വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ആ ആളുകൾ പറയും, ഞങ്ങൾ മുസ്ലിംകളിൽപ്പെട്ടവരാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ നാഥന് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയും അഭിമാനവും ഉള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ച സ്വാതന്ത്ര്യവും കൂടിയാണത്. ഇഷ്ടമുള്ള മതം വിശ്വസിക്കലും ആചരിക്കലും മാത്രമല്ല,
ആ മതത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ഇതാണ് ശരി എന്ന് പറയുകയും ഇതിലേക്ക് വരണമെന്ന് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യാം. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കലും ആചരിക്കലും മാത്രമല്ല, അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തുണ്ട്. ഇസ്ലാമിന്റെ അവസ്ഥ അതെങ്കിൽ ഇനി ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് വന്നാൽ പരിശുദ്ധമായി ഈ മതത്തിന്റെ വക്താക്കളായി മാറുമ്പോ ഈ മതത്തെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ശ്രമിക്കുന്ന ആളുകൾ പറയുന്നു ഇതാണ് ശരി, ഇസ്ലാമാണ് ശരി. പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് വന്നാൽ എത്രയെത്ര കക്ഷികളാ. ഓരോരുത്തരും പറയുന്നു അതാണ് ശരി, അവർ പറയുന്നതാണ് ശരി, മറ്റവർ പറയുന്നു അവർ പറയുന്നതാണ് ശരി. അതിനൊക്കെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവോടുകൂടിയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇതെന്തൊരവസ്ഥയാണ്, ഇതെന്തൊരു വേദനാജനകമായ അവസ്ഥയാണ്. ഇസ്ലാം എന്നൊരു ബോർഡ് വെച്ച് അതിന്റെ കീഴിൽ എല്ലാ മുസ്ലിങ്ങൾക്കും ഒന്ന് യോജിച്ചുകൂടെ തുടങ്ങിയ ചിന്തകൾ, ആ ചിന്തകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നു. അത് കാണാത്തവരോ അറിയാത്തവരോ അല്ല നമ്മൾ. അതിനുള്ള മറുപടി എന്താണ്? ഈ സദസ്സിൽ പങ്കെടുക്കുന്ന നമ്മളൊക്കെ അതിന് ഇസ്ലാം പറയുന്ന മറുപടി സ്വയം മനസ്സിലാക്കുക മാത്രമല്ല, ഈ സംശയം ഉള്ള, ആ സംശയം തീരാതെ ദാഹിച്ചു നിൽക്കുന്നവർക്ക് മറുപടി കൊടുക്കേണ്ടവരാണ്. എന്താണ് അതിനുള്ള മറുപടി? മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പ്രവചിച്ചിട്ടുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് ശേഷം നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമെന്നല്ല, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. റസൂലുള്ള നമ്മിൽ നിന്ന് വിട പറയുന്നതോടുകൂടി മുസ്ലിം സമൂഹം ഐക്യത്തോടുകൂടി ഭദ്രതയോടുകൂടി നിൽക്കുമെന്നല്ല, മറിച്ച് ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെയും എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെയും സച്ചരിതരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെയും മാർഗത്തിൽ നിങ്ങൾ നിലകൊള്ളണം. അള്ളൂ ബിൻ നവാജ്, അണപ്പല്ല് കൊണ്ട് ആ മാർഗത്തെ മുറുക്കെ പിടിക്കണം. നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വസിയത്ത് നൽകുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പോകുന്നുണ്ട്. ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. അപ്പൊ ഒരാശ്വാസമായി ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹിയാണ്. ആ വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ബനൂ ഇസ്രായേൽ സമൂഹം 72 കക്ഷികളായി മാറി. അടുത്ത പ്രയോഗം ഉമ്മത്തി എന്നാണ്. എന്റെ ഉമ്മത്ത്, എന്റെ സമുദായം 73 കക്ഷികളായി മാറും. എന്നിട്ട് റസൂലുള്ളാഹി കൂട്ടിച്ചേർത്തു, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ആര്? റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽപ്പെട്ട 73 കക്ഷികളും നരകത്തിലാണ്. 73മോ? അതെ. വൽഅസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലം തന്നെയാണ് സത്യം, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. എല്ലാവരും പോവോ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഒരു കൂട്ടർ ഒഴിവാകും. വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ആ വിശ്വാസത്താൽ പ്രചോദിതമാകുന്ന ആ കാര്യത്തെ മറ്റുള്ളവരിലേക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കുകയും ആ രംഗത്ത് ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ്. ഇവിടെയും അതേപോലെയുള്ള ഒരു പ്രയോഗമാണ്, ഒരു ശൈലിയാണ് റസൂലുള്ളാഹി സ്വീകരിച്ചത്. കുല്ലുഹും ഫിന്നാർ, എന്റെ സമുദായത്തിൽപ്പെട്ട 73 കക്ഷികളും നരകത്തിലാണ്. ഇല്ല വാഹിദ, മറ്റൊരു റിപ്പോർട്ട് ഇല്ല മില്ലത്തം വാഹിദ, ഒരു കക്ഷി ഒഴികെ ബാക്കിയെല്ലാം നരകത്തിലാണ്. ആ കക്ഷിയുടെ പ്രത്യേകത റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചു, മാ അന അലൈഹി വഅസ്ഹാബി. രൂപത്തിൽ വന്നത് മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊണ്ടവർ. നോക്കൂ, ഒരു കക്ഷി ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്ന് പറയുമ്പോ ആ കക്ഷി ഏൽക്കേണ്ടി വരുന്ന വിമർശനം എന്താ? ഓ, നിങ്ങൾ മാത്രം ഒരു സ്വർഗത്തിന്റെ ആൾക്കാർ, ബാക്കി എല്ലാവരും വഴിവെച്ചവരാ എന്ന് പറയുമ്പോ ഈ ഹദീസ് ഓർമ്മ വരുന്നത് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, കുല്ലുഹും ഫിന്നാർ, എന്റെ സമുദായത്തിൽ ഉണ്ടാകുന്ന കക്ഷിത്വങ്ങളിൽ ആ 73 കക്ഷികളും നരകത്തിലാണ്. ഇല്ലാ വാഹിദ,
ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗമൊഴികെ. ആ ഒരു വിഭാഗത്തിന്റെ പ്രത്യേകത അവിടുത്തെ തിരുനാവ് കൊണ്ട് തന്നെ പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. അപ്പോൾ ഇസ്ലാം അതിന്റെ വിമർശകർക്കിടയിൽ നേരിടുന്ന ഒരു ആരോപണമാണ്, വിമർശനമാണ്, ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് മുസ്ലിങ്ങൾ പറഞ്ഞു കളയുന്നു. ഇനി ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് വന്നാൽ യഥാർത്ഥ ഇസ്ലാം മാ അന അലൈഹി വഅസ്ഹാബി എന്ന് പറയുന്നവർ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും കേൾക്കേണ്ട ഒരു വിമർശനമാണ് എന്ത്? നിങ്ങൾ മാത്രം ഒരു സ്വർഗത്തിന്റെ ആൾക്കാര്, ബാക്കി എല്ലാരും നരകത്തിന്റെ ആളുകൾ. അതെ, മാ അന അലൈഹി വഅസ്ഹാബിയിൽ ഞാനും നിങ്ങളും പെട്ടോ എങ്കിൽ സ്വർഗത്തിൽ തന്നെയാണ്. മാ അന അലൈഹി വഅസ്ഹാബി എന്ന് പറഞ്ഞൊരു സംഘണ്ട് ഇവിടെ, ഞാൻ അതിൽ മെമ്പർഷിപ്പ് എടുത്താ സ്വർഗത്ത് പോവോ? ഞാനും അതിന്റെ ആളാ, അതിന്റെ വൈസ് പ്രസിഡന്റാ, അതിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് പോവില്ല. ആ മാ അന അലൈഹി വഅസ്ഹാബി എന്നത് ജീവിതത്തിൽ പുലർത്തിയാൽ സ്വർഗമല്ലാതെ മറ്റൊന്ന് ലഭിക്കാനില്ല. അതാണ് ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട കക്ഷി. ത്വായിഫത്തും മൻസൂറ, അല്ലാഹുവിന്റെ സഹായത്തിന് വിധേയമാകുന്ന കക്ഷി. അതാണ് ഖുറബാക്കൾ, അതെ അപരിചിതർ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, യഥാർത്ഥ ഇസ്ലാം സംസാരിക്കുമ്പോൾ അപരിചിതമായി തോന്നും ജനങ്ങൾക്ക്. അപരിചിതമായ അവസ്ഥയിലാണ് ഇസ്ലാം വന്നത്, അതിലേക്ക് തന്നെ അത് മടങ്ങുമെന്ന് പറഞ്ഞല്ലോ. അതാണ് സലഫി പ്രസ്ഥാനം. സലഫ് എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞു പോയവർ. ആ മുൻകഴിഞ്ഞു പോയവരിൽ പ്രമുഖർ സ്വഹാബികളാണ്, സ്വഹാബികളെ പിൻപറ്റുന്നവർ. ഇസ്ലാമിന്റെ ഏതൊരു വിഷയത്തെയും മുൻകാലത്തേക്ക് സ്വഹാബികളിലേക്ക് ബന്ധിപ്പിച്ചു പറയും. ആ സ്വഹാബികൾ എന്ന് പറയുന്നത് ഒരു പ്രമാണമല്ല. പരിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. പിന്നെ എന്തിനാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മാ അന അലൈഹി വഅസ്ഹാബി എന്ന് പറഞ്ഞത്? ഞാനും എന്റെ സ്വഹാബത്ത് നിലകൊണ്ട മാർഗം. എന്തേ അവിടെ സഹാബത്തിനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്? അവിടെയാണ് അടിസ്ഥാന പ്രമാണങ്ങളെ എങ്ങനെയാണ് ഞാനും നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്, എങ്ങനെയാണത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കേണ്ടത്. ഈ വിഷയത്തിലാണ് മുസ്ലിം സമുദായത്തിൽ കക്ഷിത്വങ്ങൾ ഉണ്ടാകുവാനുള്ള അടിസ്ഥാനപരമായ കാരണം. ഇവിടെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവർ ഖുർആനായത്താണ് ഉദ്ധരിക്കുന്നത്. ഖുർആനായത്താണ് ഉദ്ധരിക്കുന്നത്. കേരളത്തിൽ നടന്ന പരസ്യമായ വാദപ്രതിവാദങ്ങളിൽ പ്രമുഖമായതായിരുന്നു കൊട്ടപ്പുറം വാദപ്രതിവാദം. ആ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ അന്ന് വരെയുള്ള വാദപ്രതിവാദങ്ങളിൽ ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിന് കൊട്ടപ്പുറത്ത് വെച്ച് മറുപടി ഉണ്ടായി. ആ ചോദ്യം എന്തായിരുന്നു? വഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ആയത്ത് ഉദ്ധരിക്കാമോ? ഖുർആൻ തെളിവുദ്ധരിക്കാമോ? ഈ ഒരു ചോദ്യത്തിന്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന്, അഥവാ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാം എന്നതിന് അന്ന് വരെ ഒരൊറ്റ പണ്ഡിതനും കേരളത്തിൽ ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചിരുന്നില്ല. വേറെ ചില കാര്യങ്ങളിലേക്ക് പോയിട്ടത് ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ ഈ ചോദ്യത്തിന് പരസ്യമായ മറുപടി ഉണ്ടായി. ഉണ്ട് മൗലവി, ഉണ്ട്. ഇത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. മുസ്ലിയാരെ അംഗീകരിക്കുന്നവരും അത്ഭുതപ്പെട്ടു. ഖുർആനിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആയത്തോ? കാതു കൂർപ്പിച്ചു. എല്ലാവരും കൂർപ്പിച്ചു നിൽക്കുകയാണ്. ഏതാണ് ആ ആയത്ത്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ. പരിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായം സൂറത്തു സുഹ്റുഫിലെ 45-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗമാണത്. കഴിഞ്ഞുപോയ നമ്മുടെ പ്രവാചകന്മാരോട് മുഹമ്മദ് നബി അങ്ങ് ചോദിച്ചു നോക്കുക. മൗലവി, കഴിഞ്ഞുപോയ പ്രവാചകന്മാർ വഫാത്തായി പോയവരല്ലേ? ആ വഫാത്തായി പോയവരോട് ചോദിക്കാനല്ലേ അല്ല പറഞ്ഞത്? അതോടുകൂടി മുസ്ലിയാരെ അംഗീകരിക്കുന്ന ഭാഗത്ത് വലിയ തക്ബീർ വന്നു. വിജയിച്ചിരിക്കുന്നു, വാദപ്രതിവാദത്തിൽ വിജയിച്ചു. മൗലവിന്റെ ചോദ്യം എന്താ? വഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ആയത്തുണ്ടോ? നമ്മുടെ ഉസ്താദ് കൃത്യമായ മറുപടി അങ്ങ് കൊടുത്തു, ഇല്ലേ? പിന്നീട് എല്ലാവരുടെയും കണ്ണുകൾ സലഫികളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. ഈ ആയത്തോതിയതിനെ പറ്റി എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ഇപ്പം മുട്ടുവറക്കും, ഒന്നും പറയാൻ ബബ്ബബ എന്നായി പോകും എന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മുടെ വേദിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടുന്ന് ലഭിച്ച മറുപടി എന്തായിരുന്നു?
അതിന് മുസ്ലിയാർ ഓതിയ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബികളിൽ ആരാണ്, സലഫുസ് സ്വാലിഹീങ്ങളിൽ ആരാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്? അതിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് അങ്ങനെ ചെയ്തത്? ഏത് തഫ്സീറിലാണ് അങ്ങനെ പറഞ്ഞത്? അതായിരുന്നു ചോദ്യം. മുസ്ലിയാർ ഇപ്പൊ ഉദ്ധരിച്ച ഈ ആയത്ത് ഖുർആനിൽ ഇത്രയും കാലമുള്ളതാ. ഈ ആയത്ത് ആദ്യമായി ഓതിയത് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ റസൂലുള്ള അത് ഓതിക്കൊടുത്തപ്പോ അവിടുത്തെ ചുണ്ടുകൾ ചലിക്കുന്നത് നോക്കി നിൽക്കെ അത് കേട്ടത് സ്വഹാബത്താണ്. അവർ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്ത് ഇറങ്ങിയപ്പോ നേരെ നമ്മുടെ സ്വഹാബികളിൽപ്പെട്ട ആളുകള് അബൂജഹലിന്റെ കൊടുകൈ, അബൂജഹലെ ആയത്തിറങ്ങി ഞങ്ങളും വിളിച്ചോളാം ഇബ്രാഹിം നബി, നമ്മളെ പ്രശ്നം തീർന്നല്ലോ എന്ന് ആരെങ്കിലും പോയി പറഞ്ഞോ അവരോട്? അവരാരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയോ? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഈ ആയത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു ഫഹ്മിലേക്ക്, ഈ ഒരു മനസ്സിലാക്കലിലേക്ക് മുസ്ലിയാർ എത്തിയത്? എവിടുന്നാണ് ഇത് കിട്ടിയത്? ഇതിന്റെ മറുപടിയാണ് പ്രധാനം. മുസ്ലിയാരുടെ മറുപടി, ആയത്ത് കൊണ്ട് തന്നെ മനസ്സിലാകുമ്പോൾ എന്തിനാ മൗലവി തഫ്സീർ? ആരും പറഞ്ഞിട്ടില്ല. എന്റെ ബുദ്ധിക്ക് തോന്നുന്നുണ്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കാലങ്ങൾക്ക് ശേഷം പറയാം, ഇമാം കാന്തപുരം പറഞ്ഞിട്ടുണ്ട്, അയാൾ മരിച്ച ശേഷം വേറൊരാൾക്ക് പറയാം. മഹാന്മാരായ ഇമാമിങ്ങളിൽപ്പെട്ട ഇമാം കാന്തപുരം പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നീട് പറയാമെന്നല്ലാതെ അന്ന് വരെ ഈ ആയത്താരും തെളിവാക്കിയിട്ടില്ല. നോക്കൂ, ഇവിടെ എന്താ പ്രശ്നം? ഇനി ഈ ആയത്തിന്റെ ബാക്കി ഭാഗം എന്താ? അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ. എന്താ ചോദിച്ചു നോക്കേണ്ടത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട്? പടച്ചോനല്ലാതെ, റഹ്മാനല്ലാതെ വല്ല ഇലാഹിനെയും നിങ്ങൾക്ക് നിശ്ചയിച്ചിരുന്നോ? അഥവാ തൗഹീദിനുള്ള ആയത്താണ്. മുഹമ്മദ് നബിയെ റഹ്മാൻ ആരാധിക്കാനല്ലേ അങ്ങയോട് പറഞ്ഞത്? ഇത് തന്നെയാ കഴിഞ്ഞുപോയ പ്രവാചകന്മാരോടും പറഞ്ഞു. ചോദിച്ചു നോക്ക്. ഇതാണ് അപ്പൊ തൗഹീദിന് വേണ്ടി പടച്ചവനെ മാത്രമേ ആരാധിക്കാവൂ, പടച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇത് പഠിപ്പിക്കാൻ ഇറങ്ങിയ ആയത്താണ് പകുതി എടുത്തിട്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നത് തെളിവോതിയത്. ഇവിടെ എവിടെയാ പ്രശ്നം? ഒരായത്ത് തന്നെ സ്വർഗത്തിന് വേണ്ടിയും അതേ ആയത്ത് തന്നെ നരകത്തിന് വേണ്ടി ഉപയോഗിച്ചു രണ്ടാളുകൾ, രണ്ട് കക്ഷികൾ. ഒരാൾ പറയുന്നു ഈ ആയത്ത് കൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം. കണ്ടില്ലേ, വസ്അൽ, നീ ചോദിക്കുക, മെന്നൊരുത്തനോട് അർസൽനാ, നാം അയച്ച, മീൻ ഖബലിക, നമുക്ക് മുമ്പ്, മിർ റുസുലിനാ. എന്നിട്ട് മുസ്ലിയാർ ഇങ്ങനെ കട്ടുകട്ടാക്കി ആയത്തിന്റെ അർത്ഥം പഠിപ്പിക്കുക സമൂഹത്തെ. അപ്പൊ വളരെ വ്യക്തല്ലേ? അപ്പോ നമുക്ക് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചൂടെ? അതേ ആയത്ത് ധരിച്ച സഹോദരങ്ങളെ, ഇത് ചോദിക്കാൻ പറഞ്ഞത് പ്രവാചകന്മാരോടാണ്. എന്ത് ചോദിക്കാനാ പറഞ്ഞത്? അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ. റഹ്മാൻ അല്ലാത്ത വല്ല ഇലാഹിനെ നിങ്ങൾക്ക് നിശ്ചയിച്ചിരുന്നോ എന്നാ ചോദിക്കേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ മുഫസ്സിരീങ്ങളും വ്യക്തമായി പറഞ്ഞു, പടച്ചവനെ മാത്രമേ, റഹ്മാനെ മാത്രമേ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പാടുള്ളൂ എന്ന് പഠിപ്പിക്കാനുള്ള ആയത്താണിത്. അപ്പോ ഒരായത്ത് തന്നെ ശിർക്കിന് തെളിവ്, അതേ ആയത്ത് തന്നെ തൗഹീദിനും തെളിവ്. നമ്മൾ എന്ത് ചെയ്യും? ഖുർആനും സുന്നത്തും, ഖുർആനും സുന്നത്തും, ഖുർആനും സുന്നത്തും. അതെ, അതാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. ആ ഖുർആനിലെ ഒരായത്ത് അത് എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ സ്വീകരിച്ചാചരിക്കണം? ആ ആയത്ത് ആദ്യമായി ഓതിയപ്പോ അത് കേട്ട ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ആ ആയത്തിൽ നിന്നും എന്തു മനസ്സിലാക്കി? അങ്ങനെ മനസ്സിലാക്കണം. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. അവിടെ നമ്മളൊരു ഡിക്ഷണറി വെച്ച് ഇസ്ലാം ചിന്തയുടെ മതമല്ലേ, ബുദ്ധിയുടെ മതമല്ലേ? ഞാനൊരു ഹദീസിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ആശയം കിട്ടി, ഒരായത്തിനെ പറ്റി എനിക്ക് ഇങ്ങനെ ഒരു ആശയം കിട്ടി എന്ന് പറഞ്ഞാണ് പിഴച്ച കക്ഷികളൊക്കെ ഉണ്ടായത്. അവരവർ ഖുർആനിനെയും ഹദീസിനെയും വെച്ച് അവരുടെ ബുദ്ധിയുടെ തലത്തിൽ അങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. അവിടെയാണ് പ്രശ്നം വന്നത്. അപ്പൊ ചോദ്യം, ഇസ്ലാം ബുദ്ധിയുടെ മതമല്ലേ? തീർച്ചയായും. ചിന്തയുടെ മതമല്ലേ? തീർച്ചയായും, ഒരു സംശയവുമില്ല. ഇസ്ലാം ബുദ്ധിയുടെയും ചിന്തയുടെയും എന്തിനെ പറ്റിയാ ചിന്തിക്കേണ്ടത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ആയാത്തുൽ ലിഉലിൽ അൽബാബ്. രാപ്പകലുകൾ മാറി വരുന്നതിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതെ, ഈ രാപ്പകലുകൾ മാറി വരുന്നതിനെ പറ്റി ചിന്തിക്കണം, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കണം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിയത്. ലേ, ഒട്ടകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടു, പർവ്വതങ്ങൾ എങ്ങനെ നാട്ടപ്പെട്ടു, ഭൂമി എങ്ങനെ പരത്തപ്പെട്ടു, അതിനെപ്പറ്റി ചിന്തിക്കണം. സ്വന്തം ശരീരത്തെ പറ്റി ഇങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോ ലോകത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് വരും.
അറിയാതെ പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖത ഹദാ ബാതിലാ, പടച്ചോനെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക നീ മഹാപരിശുദ്ധനാണ്, ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്ത് നിന്ന് രക്ഷിക്കണേ. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളെ പറ്റി ചിന്തിച്ച് സൃഷ്ടാവിനെ കണ്ടെത്താനാണ് ചിന്ത, പരലോകം ബോധ്യപ്പെടാനാണ് ചിന്ത. അതല്ലാതെ പരലോകം ബോധ്യപ്പെട്ട് മതത്തിന്റെ ഉള്ളിലെത്തിയ പിന്നെ അത് പോയി ചിന്തിക്കലല്ല. അതെന്താ സുബഹി 2 റക്അത്തും അസർ 4, തിരിച്ചിട്ട് സുബഹി ഒരു 4ഉം അസർ 2ഉം, അത്യാവശ്യം ഒരു ഒഴിവു സമയമാണ് സുബഹി, അപ്പൊ ഒരു 4ഉം അസർ 2ഉം കിടക്കട്ടെ. അയാൾ പറയും ഞാൻ 22 കൊല്ലായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങനെ മാറ്റം വരുത്തിയാൽ എന്താണ്? അത് ചിന്ത ഏതുപോലെയാണെന്നറിയോ? ഒരാൾ ഇങ്ങനെ ചിന്തിക്കാണ്, പിന്നെ പുറത്തിറങ്ങിയിട്ട് ഈ ഇലകളൊക്കെ എന്താ അങ്ങനെ പച്ച നിറയെ, എന്താ ചോപ്പാവാത്തത്? 36 കൊല്ലായി ചിന്തിക്കുന്നു, അതുകൊണ്ട് ഇല ചോപ്പാവൂല. അള്ളാഹുവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തയില്ല, അള്ളാഹുവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തയില്ല. എന്താ 2 കണ്ണായത് മനുഷ്യര്, 1 പോലെ അല്ലെ 3 ആയിക്കൂടെ? ചിന്തിക്കാൻ ആർക്ക് എന്താ ചിന്തിച്ചുകൂടാത്തത്? അള്ളാഹുവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തയില്ല, ആ നിയമത്തിൽ എത്തിപ്പെടാനാണ് ചിന്ത. ഇത് തെറ്റിദ്ധരിച്ചിട്ടാണ് ഓരോ ആയത്ത് ഓരോരുത്തർ കൊണ്ടുപോയി ചിന്തിച്ച്. അപ്പൊ ഒരാൾക്ക് തോന്നി ഞാൻ ഇങ്ങനെ ഖുർആൻ പഠിച്ചു നോക്കുമ്പോൾ നിസ്കാരം 3 വക്തേ ഉള്ളൂ ട്ടോ, ഭയങ്കര തെളിവ്, ഇഷ്ടം പോലെ ആയത്തതാ, ഈ ആയത്ത് പരിശോധിച്ചോളൂ, ഈ ആയത്ത് പരിശോധിച്ചോളൂ, ഈ ആയത്ത് പരിശോധിച്ചോളൂ, അപ്പൊ നിസ്കാരം 3 ഉള്ളൂ. അവിടെയാണ് ചേകനൂരീസ് ഉണ്ടാവുന്നത്. നമ്മൾക്ക് അവരോട് ചോദിക്കാനുള്ളത് എന്താ? നമ്മൾ ചോദിച്ചത് 1969 വണ്ടൂരിലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് 1969 KNM-ന്റെ ഇന്നത്തെ ജനറൽ സെക്രട്ടറി ബഹുമാനനായ AP അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹം ചേകനൂരിന്റെ മറ്റേ സ്റ്റേജിൽ നിർത്തി ചോദിച്ചു, ഈ നിങ്ങൾ നമസ്കാരം 3 വക്തിലാണെന്നതിന് നിങ്ങൾ ഉദ്ധരിച്ച ആയത്ത്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബികളിൽ ആരാണ് അങ്ങനെ നമസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കിയത്? അദ്ദേഹത്തിന് ഒരു സ്വഹാബിന്റെ പേര് വരാൻ കഴിഞ്ഞില്ല. അവിടെ ആ പ്രശ്നം. ഈ ആയത്ത് ഇദ്ദേഹം ചിന്തിച്ചത് ശരിയാണെന്ന് എന്താ തെളിവ്? ആ ആയത്തിന്റെ പ്രാവർത്തിക രൂപം, ആ ആയത്ത് മനസ്സിലാക്കിയെടുത്ത് സ്വഹാബത്തിന് തെറ്റിയെങ്കിൽ തിരുത്താൻ റസൂലുള്ള അവരോടൊപ്പമുണ്ട്. അതാണ് ആ പ്രത്യേകത. ഇനി ആരാ ഈ സ്വഹാബത്ത്? പരിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും, വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ, അല്ലാഹു അവരെ പറ്റി സംതൃപ്തരായിരിക്കുന്നു, അവനെ പറ്റി അവരും സംതൃപ്തനായിരിക്കുന്നു, അള്ളാഹുവിനെ പറ്റി അവരും, അവരെ പറ്റി അള്ളാഹുവും തൃപ്തിപ്പെട്ടിരിക്കുന്നു. തീർന്നില്ല, വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദാ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. ദാലികൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ ഭാഗ്യം. അവരാണ് സ്വഹാബത്ത്. ഖുർആനിൽ അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയവർ. അങ്ങനെ തൃപ്തിപ്പെട്ടാൽ എത്തിപ്പെടുന്ന സ്വർഗമില്ലേ, ആ സ്വർഗം അവർക്ക് തയ്യാർ ചെയ്തിരിക്കുന്നു, നിത്യമായ അവർ അവിടെ ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞ സ്വഹാബത്ത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബികൾ അവരിൽ ഒരാൾ ചെലവഴിക്കുന്ന ഒരു മുദ്ദോ അതിന്റെ പകുതിയോ ഉഹുദ് മലയോളം നിങ്ങൾ ചെലവഴിച്ചാലും അവിടെ എത്തുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബാക്കളെ നിങ്ങൾ ചീത്ത പറയരുത്. ഇങ്ങനെ സ്വഹാബികളുടെ മഹത്വം ഹദീസ് ഗ്രന്ഥമെടുത്ത ബാബ് പരിശോധിച്ചാൽ ഒട്ടേറെ ഹദീസുകൾ നമുക്ക് ആ വിഷയമായി കാണാൻ കഴിയും. ആ സ്വഹാബത്ത് അവരെങ്ങനെ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കുകയും ആചരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയായിരിക്കണം, അതല്ലെങ്കിൽ പിഴച്ചു പോകും. അതാണ് മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. നോക്കൂ, നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ കാണുന്ന വ്യതിയാന കക്ഷികൾ, ആ വ്യതിയാന കക്ഷികൾക്ക് അടിസ്ഥാനപരമായി പറ്റിയ തകരാറ് ഇവിടെയാണ്. ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കുന്നിടത്ത് അവരവരുടെ ചിന്തയും അവരവരുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും സ്ഥാനം പിടിച്ചു. അപ്പൊ സ്വഹാബത്തിന്റെ മാർഗം എല്ലാം അങ്ങ് ദൂരെ പോയി. അപ്പോഴാണ് വ്യതിയാനങ്ങൾ കടന്നു വന്നത്. നോക്കൂ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം തന്നെ, അതിന്റെ ആശയത്തിൽ തന്നെ ഇസ്ലാമിക ഭരണം സൃഷ്ടിക്കൽ വരും. ഇസ്ലാമിക ഭരണം ഉണ്ടായാലേ ദീൻ പൂർത്തിയാകൂ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർത്തീകരണത്തിന് ഇസ്ലാമിക ഭരണം വേണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന പണ്ഡിതന്മാരും അതിനുവേണ്ടി നിലകൊള്ളുന്ന കക്ഷിയും എന്താ ഓതുന്നത്? പരിശുദ്ധ ഖുർആനാണ് ഓതുന്നത്.
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. എന്നിടത്ത് നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ അടിമവേല ചെയ്യുന്നു. ഈ രണ്ട് അർത്ഥങ്ങൾ കൂടി പരിഗണിക്കണം. ഏതുപോലെ? ആരാധന പോലെ അനുസരണവും അടിമത്തവും പരിഗണിക്കണം. അപ്പൊ എന്ത് വന്നു? അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. എന്നിട്ട് അവർ വ്യാഖ്യാനിച്ചു, അള്ളാഹുവിന്റെ നിയമത്തെ മാത്രമേ അനുസരിക്കാൻ പറ്റൂ. അപ്പൊ അള്ളാഹിന്റെ നിയമം അതാണ് അനുസരിക്കേണ്ടത്. ഭൂമിയിൽ ഇപ്പോൾ പലയിടങ്ങളിലും അള്ളാഹിന്റെ നിയമം അനുസരിച്ച്, ഖുർആനും ഹദീസും അനുസരിച്ചല്ല വിധിക്കുന്നത്. അതുകൊണ്ട് അനിസ്ലാമിക ഗവൺമെന്റുകളെ, ആ നിയമങ്ങളെ, ആ ജോലികളെ, ആ കോടതികളെ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തോതിയിട്ടാണ്. ഈ ആയത്തിനെ ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചു, അന്ന് മുതൽ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഈ ആയത്തോതിയ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ നാവ് കൊണ്ട് ആയത്തോതിയിട്ടുണ്ട് വേറെയും. പരിശുദ്ധ ഖുർആനിലെ 53-ാമത്തെ അധ്യായം സൂറത്തുൻ നജ്മിലെ 37-ാമത്തെ ആയത്ത്, വ ഇബ്രാഹീം അല്ലദീ വഫാ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹ് പറയുകയാണ് പൂർണ്ണ മുസ്ലിം, സമ്പൂർണ്ണ മുസ്ലിം. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് ഫഅതമ്മഹുന്ന, അല്ലാഹു ചില കലിമത്തുകളെ കൊണ്ട്, കൽപ്പനകൾ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചു. അദ്ദേഹമാകട്ടെ ആ കൽപ്പനകൾ പൂർത്തിയാക്കി. അല്ലാഹ് പറയുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർണ്ണ മുസ്ലിം, സമ്പൂർണ്ണ മുസ്ലിം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചോ? ഇസ്ലാമിക ഭരണത്തിന് കീഴാണോ ജീവിച്ചതും മരിച്ചതും പ്രബോധനം ചെയ്തതും? അല്ല, അദ്ദേഹം പൂർണ്ണ മുസ്ലിം. അപ്പൊ നോക്കൂ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് പഠിപ്പിക്കാത്ത സ്വഹാബികളിൽപ്പെട്ട ഒരു വിഭാഗത്തോട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കൊള്ളൂ. അന്ന് നജാശി രാജാവ് മുസ്ലിം ആയിട്ടില്ല. ആ എത്യോപ്യയിൽ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടും. ഒരു അനിസ്ലാമിക ഭരണകൂടത്തിലേക്ക് തന്റെ അനുചരന്മാരെ അയക്കുകയാണ് റസൂലുള്ളാഹി സംരക്ഷണത്തിന് വേണ്ടി. ജമാഅത്തിന്റെ വീക്ഷണ പ്രകാരം റസൂലുള്ളാഹി ചെയ്തത് എന്താ? എങ്ങോട്ടായി അയച്ചത്? അനിസ്ലാമിക ഭരണകൂടമുള്ളിടത്തേക്ക്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോ മദീനയിലെ ജൂതന്മാരുമായി ഒരു കരാറുണ്ടാക്കി. ആരാണ് ജൂതന്മാർ? ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി നശിപ്പിക്കാൻ വേണ്ടി മാംസത്തിൽ വിഷം പുരട്ടി കൊടുക്കുമാറ് റസൂലുള്ളാഹിയോട് പകവെച്ചു പുലർത്തിയവർ. ആ ജൂതന്മാരുമായി റസൂലുള്ളാഹി ഒരു കരാറുണ്ടാക്കി. എന്താ കരാർ? സ്വർഗം കൊടുക്കാന്നല്ല, മറിച്ച് മദീനയുടെ രക്ഷയ്ക്ക് വേണ്ടി, രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ ജൂതന്മാർ, ഞങ്ങൾ മുസ്ലിങ്ങൾ. പക്ഷേ മദീനക്ക് പുറത്തു നിന്ന് മദീനയെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ജൂതന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ വേറിട്ട് നിൽക്കില്ല, ഒന്നിച്ചു നിന്ന് മദീനയുടെ ശത്രുവിനെ നേരിടും. നോക്കൂ, ഇവിടെയാണ് ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് ഒരു ഭരണവുമായി ബന്ധപ്പെടുത്തുമ്പോ ഈ ഹദീസുകളൊക്കെ എവിടെ പോകും? ഇതിനൊക്കെ നമ്മൾ എന്തു ചെയ്യും? അതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഖുർആൻ ആയത്തോതി ഹദീസ് ഉദ്ധരിച്ച് നമ്മുടെ മതരാഷ്ട്രവാദ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോ മൗലാന അബുൽ കലാം ആസാദ് അങ്ങ് അഖിലേന്ത്യാ തലത്തിലും കേരളത്തിൽ ബഹുമാന്യരായ നമ്മുടെ പഴയകാല നേതാക്കന്മാരും ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു, സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ പറന്ന് വീണ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടുത്തെ അമുസ്ലിങ്ങളുമായി തോളോട് തോള് ചേർന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതാം. അത് ഇസ്ലാമാണ്. മദീന കരാർ ഉദ്ധരിച്ചു അവിടെ നമ്മുടെ പണ്ഡിതന്മാർ ഇല്ലേ? പറ്റില്ല. ഇവിടെയുള്ള ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് പോയി പകരം ഒരു ജനാധിപത്യ ഗവൺമെന്റ് വരിക എന്ന് പറഞ്ഞാൽ ലാത്ത പോയി മനാത്ത വരുന്നതിന് തുല്യമാണ്. രണ്ടും ഇസ്ലാം അല്ലല്ലോ. ഒരു വിഗ്രഹം പോകുന്നു, മറ്റൊരു വിഗ്രഹം ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നു. ഈ ദുർവ്യാഖ്യാനങ്ങളും ഇതിന്റെ പേരിലുള്ള മതരാഷ്ട്രവാദവും ഇതിനോടനുബന്ധിച്ച് വന്ന തീവ്രവാദവും ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി? സ്വഹാബാക്കളുടെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയി. എന്ന മാർഗം അങ്ങ് തെറ്റിപ്പോയപ്പോ വ്യതിയാനത്തിൽ എത്തിപ്പെട്ടു ഇല്ലേ? അതേപോലെ നോക്കൂ, നമ്മുടെ ചില സഹോദരങ്ങൾ അവർ പറയുന്നു ഇസ്ലാമിലെ നമസ്കാരമാണ് ഏറ്റവും പ്രധാനം, അതുകൊണ്ട് ആളുകളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കണം, നമസ്കരിച്ചിറങ്ങുന്നവനോട് നിസ്കരിക്കാൻ പറയാ. യഥാർത്ഥത്തിൽ സ്വഹാബാക്കളുടെ മാർഗത്തിൽ അതുണ്ടോ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി അയക്കും. എന്താ പറഞ്ഞത്? വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു സമൂഹമാണത്. ആ സമൂഹത്തോട് ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അതവർ അംഗീകരിച്ചാൽ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കണം. അപ്പൊ നോക്കൂ, ആ മാർഗത്തിന്റെ പ്രത്യേകത അതാണ്. തൗഹീദ് ഇല്ലാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഈ തരത്തിലുള്ള ഈ
യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തബ്ലീഗ് ജമാഅത്ത് സുഹൃത്തുക്കളുടെ ബേസ് എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ചെന്ന് പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അദ്വൈതവാദത്തിലാണ്, സൂഫിസത്തിലാണ് എത്തിപ്പെടുന്നത്. ഒരു സംശയവും വേണ്ട. നോക്കൂ, അമലിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ മുഖപുരയും അവതാരികയൊക്കെ വായിച്ചിട്ടേ നമ്മൾ ബാക്കി വായിക്കുക. അതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും, ആ പുസ്തകം എഴുതിയിട്ടുള്ള സക്കരിയ സാഹിബിനെ കുറിച്ച് അവർ വിശേഷിപ്പിക്കുന്നത് നക്ഷബന്ദിയ ത്വരീഖത്തിന്റെ 10,000-കണക്കിന് മുരീദന്മാരുള്ള ഷെയ്ഖാണെന്നാണ്. നക്ഷബന്ദിയ ത്വരീഖത്തിന്റെ 10,000-കണക്കിന് മുരീദന്മാരുള്ള ഷെയ്ഖാണ് സക്കരിയ സാഹിബ്. നക്ഷബന്ദിയ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പിഴച്ച ത്വരീഖത്താണെന്ന കാര്യത്തിൽ സമസ്തക്ക് പോലും തർക്കമില്ലാത്ത ത്വരീഖത്താണ്. സമസ്തയുടെ പണ്ഡിതന്മാർ പോലും അതിനെ കുറിച്ച് പറയാറുണ്ട്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ പള്ളി ഹറാമാണ്, പവിത്രമായ പള്ളി എന്നർത്ഥം. അങ്ങനെ വരെ ആ പദം വെച്ച് വരെ പള്ളി പോവേണ്ടതില്ല, മനസ്സിലാണ് നിസ്കാരം എന്ന് വരെ പറയുന്നവർ നക്ഷബന്ദിയ ത്വരീഖത്തിൽ കാണാം. ആ ത്വരീഖത്തിന്റെ ആളാണെന്നല്ല, ആ ത്വരീഖത്തിന്റെ 10,000-കണക്കിന് മുരീദന്മാരുടെ ഷെയ്ഖാണ് ഇയാള്. പിന്നെ ബാക്കി വായിക്കണോ? എന്താണത്? ഒരു മഹാൻ ഒരു ഉദു കൊണ്ട് 12 ദിവസം നിസ്കരിച്ചു. അപ്പൊ ആൾക്കാർ ഇങ്ങനെ തലാട്ടും, ഭയങ്കരട്ടാ മഹാൻ ഒരു ഉദുകൊണ്ടല്ലേ 12 ദിവസം നിസ്കരിച്ചത്. അതെ, അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു. കാരണം എന്താ? റസൂൽ ഒരാളോട് പറഞ്ഞു, എന്താ അയാൾ പറഞ്ഞത്? ഞാൻ അള്ളാന്റെ റസൂൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി രാത്രി ഉറങ്ങുന്ന പ്രശ്നമല്ല, ഫുള്ള് നിസ്കാരം തന്നെ, ഉറക്കൊക്കെ പരലോകത്തെത്തിയിട്ടാക്കാം, സ്വർഗം കിട്ടണം. അയാൾ ഫുള്ള് നിസ്കരിക്കാൻ തീരുമാനിച്ചു, രാത്രി മുഴുവൻ നിസ്കാരം. എന്താ റസൂൽ പറഞ്ഞത്? ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, ഞാൻ രാത്രി നമസ്കരിക്കാറുമുണ്ട്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, ഉറങ്ങിയ ഒതു മുറിഞ്ഞു. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ ഒതു എല്ലാ ദിവസവും രാത്രി മുറിഞ്ഞു. ഈ മഹാന്റെ 12 ദിവസം ഒരു ചോദ്യം, ഈ 12 ദിവസം ഇയാൾക്ക് മൂത്രമൊഴിക്കണ്ടേ? കഥയിൽ ചോദ്യമല്ല. നോക്കൂ, ഇതാണ് പള്ളിയിൽ വെച്ച് തലയാട്ടിയിട്ട് ആൾക്കാർ വായിക്കുന്നത്. തീർന്നില്ല. സ്വലാത്തിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും അനാഥരാകും ഞങ്ങൾക്ക് അഭയം നൽകുക നബിയുള്ള യാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും അനാഥരാകും ഞങ്ങൾക്ക് അഭയം നൽകുക പടച്ചോനെ എന്നല്ല, അഭയം നൽകുക നബിയുള്ള. നേരെ ഇർത്തകബത്തുവിന്റെ അർത്ഥം പറഞ്ഞതുപോലെ തബ്ലീഗ് ജമാഅത്തിന്റെ സ്വലാത്തിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അങ്ങ് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ തബ്ലീഗ് ജമാഅത്തിന്റെ സുഹൃത്തുക്കൾക്ക് സലഫി പള്ളിയിൽ വരാം, നിസ്കരിക്കുകയും ചെയ്യാം, ക്ലാസ് എടുക്കാം. പക്ഷെ അമാനിയിൽ തഫ്സീർ എടുത്ത് വായിക്കണം. ഈ പാറോല വെച്ച് വായിക്കാൻ പറ്റുമോ? മുഹമ്മദ് നബിയെ രക്ഷിക്കണേ യാ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന പുസ്തകം വായിക്കാനും പാട്ടുപാടാനുമാണോ സലഫി പള്ളി ഉണ്ടാക്കിയത്? അല്ലല്ലോ. അതുകൊണ്ടാണ് സലഫി പള്ളിയിലേക്ക് നിങ്ങൾ വന്നോളൂ, നിസ്കരിച്ചോളൂ, പക്ഷെ ക്ലാസ് നമ്മളെ അത് വായിക്കാൻ പറ്റൂല എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ? അവരോട് വെറുപ്പുള്ളതുകൊണ്ടല്ല, ഖുർആനും സുന്നത്തിനോട് സ്നേഹമുള്ളതുകൊണ്ട്. മനസ്സിലായില്ലേ? വന്നോട്ടെ, അവര് ക്ലാസ് എടുത്തോട്ടെ, ഏതായാലും നമുക്ക് ദൈവത്തൊന്നുമില്ലല്ലോ. എന്താ ദൈവത്ത് ചെയ്യേണ്ടത്? നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാം. അവിടെയാണ് സഹോദരങ്ങളെ ഇവിടെയും പഠിച്ചത്. എവിടെയാണ്? ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഏറ്റവും പ്രാധാന്യപൂർവ്വം അവരോട് റസൂലുള്ള പറയാൻ പറഞ്ഞു, അവർ പറഞ്ഞതുമായ വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്. അതിനുശേഷമേ കർമ്മങ്ങൾ വരുന്നുള്ളൂ. അവിടെയാണ് അവർ പഴിച്ചു പോയത്. ഇങ്ങനെ ഓരോന്നും നമ്മുടെ ഈ ആദർശപരമായ ശക്തമായ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കെ 2002 നമ്മളോട് പിരിഞ്ഞു പോയവരുണ്ട്. നമ്മുടെ നേതാക്കന്മാരെ വളരെ മോശമായി സംസാരിച്ചുകൊണ്ട് പിരിഞ്ഞു പോയ വ്യതിയാന കക്ഷിയുണ്ട്. ആ വിഘടിതരായ സഹോദരങ്ങൾ അവർ പിരിഞ്ഞു പോകുമ്പോഴും എന്താ അവർ പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ ഒരു സമരം നടത്തുകയായിരുന്നു. ഏതാണ് ആ സമരം? മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള 2 ചിന്താധാരകൾ തമ്മിലുള്ള സമരം. ഇത് നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞതല്ല. അവർ പുറത്തുപോയി പത്രസമ്മേളനം നടത്തി, ടിവിക്കാർക്കും പത്രക്കാർക്കും ഒക്കെ പത്രക്കുറിപ്പ് കൊടുത്തു. ആ പത്രക്കുറിപ്പിൽ മുജാഹിദ് പ്രസ്ഥാനത്ത് അവർ പിരിഞ്ഞു പോകാനുള്ള കാരണം അവർ തന്നെ വിശദീകരിച്ചു. 2002 ജൂലൈ 16-ാം തീയതി, ആഗസ്റ്റ് 16-ാം തീയതി അത് ശബാബിലും പ്രസിദ്ധീകരിച്ചു. എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. അപ്പൊ എന്തായിരുന്നു വിഷയം? 2 ആശയങ്ങളായിരുന്നു. ഏതാണ് ഈ ആശയം? അവിടെയും സഹോദരങ്ങളെ സ്വഹാബാക്കളുടെ മാർഗമാണ് പ്രശ്നം.
ഇവരും നമ്മളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ മർമ്മം സ്വഹാബാക്കളുടെ മാർഗത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നതിൽ നിന്നും അവർ വ്യതിചലിച്ചു പോയി. ഏതുവരെ? ശബാബിന്റെ താളുകൾ, കഴിഞ്ഞ മാസങ്ങളിൽ വരെ വന്നിട്ടുള്ള താളുകൾ പരിശോധിച്ചു നോക്കൂ. ബഹുമാനനായ അബ്ദുറഹിമാൻ സലഫി വാഴക്കാട് ഖണ്ഡനത്തിൽ അള്ളാഹുവിന്റെ സിഫത്തുകൾ സംബന്ധിച്ച് പേരോട് കളിയാക്കിയപ്പോ അള്ളാഹു ഇങ്ങനെ ഇറങ്ങി വരുന്നു, വരെ പടച്ചോൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന പടച്ചോനാണ്, വരെ പടച്ചോൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിംഹാസനത്തിലിരിക്കുന്ന പടച്ചോനാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ അബ്ദുറഹിമാൻ സലഫി വിശദീകരിച്ചു, അതെ, ഞങ്ങളുടെ പടച്ചോൻ അലൽ അർശിസ്തവ, ആ പടച്ചോൻ സിംഹാസനസ്ഥനായിരിക്കുന്നു, ഞങ്ങളത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അതിന്റെ കൈഫിയത്ത് നമുക്കറിയില്ല. എങ്ങനെയാണ് ആ സിംഹാസനം? നമുക്കറിയില്ല. എങ്ങനെയാണ് ആ ഇരുത്തം? നമുക്കറിയില്ല. നമ്മൾ സൃഷ്ടികളാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ മറ്റൊരാളുമില്ല. അപ്പൊ നമ്മുടെ ഇറങ്ങലും നമ്മുടെ കൈയും നമ്മുടെ സിംഹാസനവും അല്ല. അതെങ്ങനെ? നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഖുർആനിൽ കാണാം അല്ലാഹുവിന്റെ വജ്ഹ് എന്ന പ്രയോഗം. അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. അതിനെ വിശദീകരിക്കരുത്. അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പാടില്ല. അല്ലാഹ് ഇറങ്ങി വരും, അല്ലാഹ് ഇറങ്ങി വരും. നമുക്കറിയില്ല. നമ്മുടെ ഇറക്കം പോലെ നമ്മൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. നാം അത് അഭിമാനത്തോടുകൂടി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ വിശദീകരിച്ചത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തു. എന്നാൽ അന്ന് പേരോട് പറഞ്ഞ അതേ വാദങ്ങൾ ഇതാ ഇന്ന് ശബാബിന്റെ താളുകളിലൂടെ ഏതാ വിഷയം? തൗഹീദ്, അസ്മാഉ വസ്സിഫാത്ത്. ആ വിഷയത്തിലാണ് വ്യതിയാനം ശബാബിലൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പേരോടിന് സന്തോഷം തോന്നുന്ന രൂപത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെയും സഹോദരങ്ങളെ, ഈ അലൽ അർശിസ്തവ പോലെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി അതുപോലെ തന്നെ മനസ്സിലാക്കണം. അതാണ് സലഫിന്റെ മാർഗം, അതാണ് ആ മൻഹജ്, അതാണ് ആ മെത്തഡോളജി. സലഫിന്റെ മാർഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രമാണമല്ല. പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം, വ്യാഖ്യാനിക്കണം, സ്വീകരിച്ചാചരിക്കണം എന്ന രീതിശാസ്ത്രം, മെത്തഡോളജി, അതാണ് മൻഹജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് തൗഹീദ് കഴിഞ്ഞാൽ പ്രബോധന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഈ ഹാളിൽ ഒത്തുചേർന്നിരിക്കുന്ന, ഈ ഹാളിലേക്ക് ഈ പഠന ക്യാമ്പിന് വന്നിരിക്കുന്ന എത്രയോ ആളുകളോട് നിങ്ങൾ എങ്ങനെ ഈ ആശയത്തിൽ എത്തിയെന്ന് ചോദിച്ചാൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനുണ്ടാകും. ഇസ്ലാമിന്റെ സുന്ദരവൃത്തത്തിലേക്ക് കടന്നു വന്ന ബഹുമാന്യരായ മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവരെഴുതാനും പറയാനും തയ്യാറാണ്. അവർക്ക് ചില അനുഭവങ്ങൾ പറയാനുണ്ടാകും. ആ അനുഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന സ്ഥലത്ത് നടന്ന ഖണ്ഡന പ്രസംഗം. ഞാൻ രണ്ടും കേട്ടു. അന്ന് എനിക്ക് മനസ്സിലായി, ഖണ്ഡന മണ്ഡനങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഖണ്ഡന മണ്ഡനങ്ങൾക്ക് വേണ്ടി ആരെയും വെല്ലുവിളിക്കാറില്ല. പക്ഷേ മറുവിഭാഗം വെല്ലുവിളിക്കുകയും നാം അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആദർശത്തിന് എന്തോ കുഴപ്പമുണ്ടോ എന്ന് നിഷ്പക്ഷമതികളായ ആളുകൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഒട്ടും മടിച്ചു നിൽക്കാതെ തയ്യാർ എന്ന് നമ്മൾ പറയാറുണ്ട്. ആ വാദപ്രതിവാദങ്ങൾ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ അവരെന്താ പറയുന്നത്? ഞാൻ കടന്നു വരാൻ കാരണം വല്ലപ്പുഴയാണ്, ഈ അടുത്ത് നടന്ന വല്ലപ്പുഴ സംവാദമാണ്, കൊട്ടപ്പുറം സംവാദമാണ്, കഴിഞ്ഞുപോയ കൊട്ടപ്പുറം സംവാദമാണ്, ഇങ്ങനെ കുന്നത്തേരി സംവാദമാണ്, ഇങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ പറയുന്നു. ഖണ്ഡന മണ്ഡനങ്ങൾ, ഇത് നോക്കൂ, ഖണ്ഡന മണ്ഡനങ്ങൾ കാലത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയത്. നിങ്ങൾക്കറിയോ, കേരളത്തിലൊരു വിവാദം ഉണ്ടായി. എന്താ? ലോട്ടറി വിവാദം ഉണ്ടായി. അപ്പൊ പിന്നെ വമ്പിച്ച വാഗ്വാദായി. അപ്പൊ നമ്മൾ നോക്കാറ് വ്യവസ്ഥ എഴുതി. എന്നിട്ടോ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനമന്ത്രി തോമസ് ഐസക് ഒരു ഭാഗത്തും സതീശൻ MLA വേറൊരു ഭാഗത്തും വ്യവസ്ഥകളോട് സംവാദം നടത്തി. ലോകത്ത് മലയാളികളുള്ള ദേശങ്ങളിൽ മുഴുവൻ ലൈവായി ടിവിയിലൂടെ കണ്ടു. ഭൗതികവാദികൾ പോലും ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വാദപ്രതിവാദത്തിലേക്ക് തിരിച്ചു വരികയാണ്. അക്കാര്യത്തിൽ ഒരു മുജാഹിദാവാണെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ പറയാ, വാദപ്രതിവാദവും ഖണ്ഡനൊന്നും ഇക്കാലത്ത് പറ്റൂല. മനസ്സിലായില്ലേ? ഏറ്റവും പുരോഗമിച്ചവർ ഏറ്റവും നല്ലൊരു മാർഗമായി ഇതിലേക്ക് വരുമ്പോഴാണ് ഇതൊന്നും. എന്നാൽ ഖുർആൻ വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട് നീ അവരുമായി സംവാദം നടത്തുക. ഖുർആൻ പറഞ്ഞ കാര്യമാണത്. ഈ ഖണ്ഡന മണ്ഡനങ്ങൾ, അതിൽ നിന്നും മുക്തമായ ഒരു പ്രബോധന ശൈലി വേണം. അത് കുറക്കണം എന്നല്ല പറഞ്ഞത്. പ്രാവർത്തിക രംഗത്ത് ഒരു മാറ്റവും അവർ വരുത്തിയില്ല എന്ന് മാത്രമല്ല, ആ രീതിയിലൂടെ അവർ മുന്നോട്ട് പോവുകയും സ്പാനിഷ് കാളകൾ, ബഹുമാന്യരായ മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഖണ്ഡന മണ്ഡനങ്ങളിൽ മുന്നോട്ട് നീങ്ങിയ ആളുകളെ പറ്റി നമ്മുടെ നേതാക്കന്മാർ ഉമർ മൗലവി അടക്കമുള്ള ആളുകൾ പടുത്തുയർത്തിയ ശബാബിന്റെ ഫസ്റ്റ് പേജിലൂടെ വിളിച്ചത് സ്പാനിഷ് കാളകൾ എന്നാണ്. ഈ വിളി ജമാഅത്തെ ഇസ്ലാമിക്കാർ വിളിച്ചിട്ടില്ല.
ഇത് നമ്മുടെ വിമർശകർ വിളിച്ചിട്ടില്ല, സ്പാനിഷ് കാളകൾ എന്നാണ് നമ്മുടെ നേതാക്കന്മാരെ വിളിച്ചത്. നോക്കൂ, ആ ഖണ്ഡന മണ്ഡലങ്ങൾക്ക് ഇന്ന് പ്രസക്തിയില്ലേ? ഉണ്ടോ എന്ന് നമ്മൾ പറയുക ഉണ്ട്. കാരണം ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖണ്ഡനമാ തുടക്കം. ഒരൊറ്റ ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. നോക്കൂ, അങ്ങനെ ആ രംഗത്തുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ്. പിന്നീട് ഖണ്ഡനമണ്ഡനം ഒഴിവാക്കിയാൽ പിന്നെ എങ്ങനെ ഇസ്ലാം പ്രചരിപ്പിക്കാം? അതിനുള്ള മാർഗം എന്താ? പഞ്ചസാര വാങ്ങിക്കൊടുക്കുക, അരി വാങ്ങിക്കൊടുക്കുക, ബുക്ക് വാങ്ങിക്കൊടുക്കുക. അപ്പൊ ബുക്കിലൂടെ തൗഹീദ് പോകും, പഞ്ചസാരയിലൂടെ തൗഹീദ് എങ്ങനെ എത്തൂല. ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഈമാനുള്ളവരുടെ ബാധ്യതയാണ്. ഈമാനുള്ള എല്ലാവരും ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കണം. ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ തൗഹീദ് പകരുകയില്ല. അത് മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. ആമാശയത്തോടല്ല സംവാദം, ബുദ്ധിയോടാണ് സംവാദം, ചിന്തയോടാണ് സംവാദം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ സംഘടിതമായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാതൃക കാണിച്ച പ്രസ്ഥാനമാണ് നമ്മുടേത്. ഏതെല്ലാം വിഷയത്തിൽ അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് നമ്മളാരും പഠിപ്പിക്കേണ്ടതില്ല, നമ്മളിലൂടെയാണ് മറ്റുള്ളവർ പഠിച്ചത്. അപ്പൊ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ വിശ്വാസമുള്ള എല്ലാവരും ചെയ്യണം, അതിലൂടെ ഈമാൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ രംഗത്തുള്ള നമ്മുടെ നിലപാട് ഇസ്ലാമിന്റെ നിലപാടാണ്. ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടത് എന്നത് പാശ്ചാത്യ ഇറക്കുമതിയാണ്. ബഹുമാന്യരായ ക്രൈസ്തവർ അവരൊരിക്കലും അവരുടെ ദൈവവിശ്വാസം പറഞ്ഞ ആളെ ക്ഷണിക്കാറില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നും കൂടി കൂടിയതാണ് പടച്ചോൻ എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാവില്ല. അവരെന്നെ പറയും, ഉദാഹരണം, ഒരു കടലിന്റെ കരക്കൊരു കുഴി ഉണ്ടാക്കി, കടലിലെ വെള്ളം കയ്യിലെടുത്തൊരു കുഴിയിലേക്ക് മാറ്റി. അപ്പോ കടലിലെ വെള്ളം കുഴിയിലേക്ക് മാറ്റി തീരുമോ മകനെ? ഇല്ലച്ചോ. എങ്കിൽ മകനെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത് മൂന്നും കൂടി കൂടിയതാണ് പടച്ചോൻ, അത് നമുക്ക് മനസ്സിലാകില്ല മകനെ. അതാണ് അവരുടെ തൗഹീദ്. ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ദേശ സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ ആ മണിച്ച് സ്നേഹം ഇങ്ങനെ പറയും, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതെന്തുകൊണ്ടാ? ആശയല്ല. അപ്പൊ പിന്നെന്താ? ആളെ കൂട്ടാൻ കുറെ പ്രാവശ്യം കത്തെഴുതിയാൽ കുറെ ബുക്ക് അയച്ചു തരും. നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ അറിയിക്കണം, പച്ചയായിട്ട് എഴുതും, അല്ലേ? അതിലൂടെയാണ് അവരുടെ ദാവത്ത്. ഈ ഒരു ഗതികേട് ഇസ്ലാമിന് ആവശ്യമല്ല. കാരണം ഇസ്ലാമിന്റെ ദൈവവിശ്വാസം ആരുടെ മുമ്പിലും കൃത്യമായി വ്യക്തമായി പറയാൻ പറ്റുന്ന ദൈവവിശ്വാസമാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ എടുത്താൽ ആദർശപരമായി പിരിഞ്ഞു പോയവരുടെ പ്രത്യേകതകൾ നമുക്ക് ബോധ്യപ്പെടും. ഏതുവരെ എന്നറിയുമോ? ഹദീസ് നിഷേധം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ മണിക്ഫാൻ ഇങ്ങനെ ആളില്ലാണ്ട് ബുദ്ധിമുട്ടാവുകയും ഇവരിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ കൂട്ടർ നമ്മളിൽ അങ്ങോട്ട് പിരിഞ്ഞത്. അപ്പൊ മുപ്പർക്ക് ആളായി. ഇപ്പൊ കോഴിക്കോട് തല്ല. എന്താ തല്ല്? ആരാണ് മണിക്ഫാൻ നിശ്ചയിക്കുന്ന ഹിജറ ഹിലാൽ കമ്മിറ്റിയുടെ ദിവസത്തിൽ പെരുന്നാളിന് ആരാ നേതൃത്വം കൊടുക്കേണ്ടത്? അബ്ദുസ്സലാം സുലഭി നിൽക്കണോ? ബഷീർ പട്ടേൽ താൻ നിൽക്കണോ? ഓയക്കുട്ടി ഫാറൂഖ് നിൽക്കണോ? മണിക്ഫാൻ നിൽക്കണോ? എത്ര ആൾക്കാരാ? ഒരു ഈദ്ഗാഹും 4-5 ആൾക്കാരും. മണിക്ഫാൻ മാത്രമുള്ള അടുത്ത് അങ്ങനെ ആളെ കൂടുതൽ കിട്ടി. അവിടെയാണ് പ്രശ്നം. ഹദീസ് നിഷേധം. ഹദീസ് നിഷേധം. അവരിലെ ഒരു വിഭാഗം ഈ കക്ഷിയോടൊപ്പം ചേർന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമാണ് ഇസ്ലാമിന്റെ നിലപാട്. നിങ്ങൾ മാസം നോക്കണം, കണ്ടാൽ നോമ്പ്, കണ്ടാൽ പെരുന്നാൾ. അപ്പൊ നോക്കിയിട്ട് ആകാശത്ത് ചന്ദ്രൻ ഉണ്ടോ എന്നറിയാനാണ് കണക്ക്. കണക്ക് നോക്കുന്ന എന്തിനാ? ആകാശത്ത് ചന്ദ്രൻ ഉണ്ടോ എന്നറിയാൻ. അപ്പൊ കണക്ക് തെറ്റൂലേ എന്നാ ചോദ്യം. ഉത്തരം, കണക്ക് തെറ്റില്ല. തെളിവ് അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ. സൂര്യനും ചന്ദ്രനും കണക്കനുസരിച്ചാണ്. കണക്ക് പഠിച്ചോണ്ടാ തെറ്റൂല. കണക്ക് കൂട്ടുന്നോൽക്കും കുറക്കുന്നോൽക്കും തെറ്റും, കണക്ക് തെറ്റൂല. ആ നാളെ രാവിലെ സൂര്യൻ എപ്പോഴും ഉദിക്കും? ആലുവയിൽ ഭയങ്കര തർക്കം. 6:35 നിങ്ങൾ അങ്ങനെ 6:35 പറയുന്നത്? കാലണ്ടറിൽ ആൾക്ക് തെറ്റിക്കൂടെ? ശരി, ഞാൻ പ്ലാനറ്റോറിയത്തിൽ ചോദിച്ചു നോക്കാം, ഇന്റർനെറ്റ് പോയി നോക്കാം, അമേരിക്കയിൽ ചോദിച്ചു നോക്കാം. ഒരു പറയും ആലുവ. ഓക്കെ, 1 മിനിറ്റ്. ആലുവയിൽ 6:35. ഒരു പറയും ഒരെ കഴിവല്ല, ഇത് നിയന്ത്രിക്കുന്ന പടച്ചോനാ, ഒരു വ്യത്യാസവും വരൂല. അതല്ലേ? സൂര്യനും ചന്ദ്രനും കണക്കനുസരിച്ചാണ്. അപ്പൊ കണക്ക് തെറ്റില്ല. കൂട്ടുന്നവനും കുറക്കുന്നവനും തെറ്റും, അത്ര പറ്റുള്ളൂ. ശരി, കണക്കനുസരിച്ച് ആകാശത്ത് ചന്ദ്രനുണ്ട്, ആ പെരുന്നാളാക്കാൻ പറ്റുമോ? പറ്റില്ല. കണക്കനുസരിച്ച് ആകാശ ചന്ദ്രനുണ്ട്, നോമ്പാക്കാൻ പറ്റുമോ? ഇല്ല. നോക്കണം. എന്താ കാരണം? എന്താ തെളിവ്? റസൂലുള്ള പറഞ്ഞു നോക്കണം. നോക്കിയാ പെരുന്നാളാക്കാൻ പറ്റുമോ? ഇല്ല. കാണണം, അതിന് സാക്ഷിയും വേണം. കണ്ടാൽ പെരുന്നാളാകും. അപ്പൊ അന്ന് മഴക്കാറായി പോയി, കണ്ടില്ല, മാസം പൂർത്തിയാക്കിയേ പറ്റൂ. അപ്പോൾ കണക്കും കാഴ്ചയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിലപാടാണ് റസൂലുള്ള പഠിപ്പിച്ചത്. അതാണ് ഹിലാൽ കമ്മിറ്റി പറഞ്ഞത്. ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കാലത്ത് പുരോഗതിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന ആ മതയുക്തിവാദം
അബ്ദുസ്സലാം സുല്ലമിയുടെ, പട്ടേൽ തായക്കാരുടെ, കോയക്കുട്ടി ഫാറൂഖിമാരുടെ തലയിൽ കയറി. അപ്പൊ അവര് മർക്കസ് ദേവ എന്ന് പറയാൻ തുടങ്ങി. അത് പിന്നെ മണിഫാൻഡും കുഴപ്പമൊന്നുമില്ല, അവരുടെ ക്ലാസുകളിൽ പറയാൻ തുടങ്ങി. അപ്പൊ മാസപ്പറി വിഷയത്തിൽ വ്യതിയാനം കൃത്യമായി നമ്മൾ കാണുന്നില്ലേ? നമ്മളോടൊപ്പമുള്ളവർ മണിഫാന്റെ കോർട്ടിലെത്തി. അതാണ് ആദർശ വ്യതിയാനം. ഹദീസ് നിഷേധം കൃത്യമായി നമ്മൾ കാണുന്നു. നിങ്ങൾക്കറിയുമോ, മഹാനായ കെ എം മൗലവിയുടെ നിർദ്ദേശപ്രകാരമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ പേരിൽ നമ്മുടെ കൈകളിൽ നിന്നുള്ള നമ്മുടെ വിമർശകരുടെ കോളേജുകളിൽ പോലും ഡെസ്കിനുള്ളിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അമാനി മൗലവിയുടെ പരിഭാഷ. ആ പരിഭാഷന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ വകയൊന്നുമില്ല. സ്വഹാബാക്കളുടെ അഭിപ്രായം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അങ്ങ് എടുത്തു പറഞ്ഞു. അല്ലാഹു ആലം. അതാ ആ പരിഭാഷന്റെ പ്രത്യേകത. ആ പരിഭാഷ എഴുതാൻ അമാനി മൗലവി അടക്കമുള്ള പണ്ഡിതന്മാരോട് പറയാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? CN അഹമ്മദ് മൗലവി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ കാണിച്ച മുഅ്ജിസത്തുകൾ അടക്കമുള്ള കാര്യങ്ങളെ ബുദ്ധിക്കൊപ്പിച്ചു വ്യാഖ്യാനിച്ചു. ഉദാഹരണം, ഇസ്രാ മിറാജ് സംഭവം. ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടുന്ന് ഏകാനാകാശത്തും പോയി തിരിച്ചു റസൂൽ തന്റെ ബെറ്റിൽ തന്നെ വന്ന് കിടന്നു. ഈ സംഭവം സുബ്ഹാനല്ലദീ യസ്റാ എന്ന് പറഞ്ഞാണ് ഖുർആൻ അത്ഭുതത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. ഇതിനെപ്പറ്റി CN പറഞ്ഞു, അത് സ്വപ്നം മാത്രമാണ്. ദശക്കണക്കിന് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അന്ന് CN അഹമ്മദ് മൗലവിയോട് മറുപടി പറയാൻ സലഫി ഭാഗത്ത് ആളുകൾ ഉണ്ടായി. ആ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തപ്പോ ഈ പരിഭാഷയിലൂടെ നിങ്ങൾ നോക്കൂ, അമാനിമയുടെ പരിഭാഷയിൽ വാനയാത്ര എന്ന ഹെഡിങ്ങിൽ ഒരു വലിയ വിശദീകരണ കുറിപ്പ് കാണാം. CN ഉള്ള മറുപടി. കാലങ്ങൾ കഴിഞ്ഞു, ഇപ്പോ ഇതാ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവർ പറയുന്നു അത് സ്വപ്നമായിരുന്നു. അവരോട് നമ്മൾ പറയുന്നു, നിങ്ങൾക്ക് മറുപടി KM മൗലവി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, വായിക്കൂ അമാനുവലിയുടെ പരിഭാഷ. മനസ്സിലായോ? ഇന്ന് മർക്കസ് ദവ എന്ന പുസ്തകങ്ങളും വിശദീകരണങ്ങളും പഠിപ്പിക്കുന്നു അതൊരു സ്വപ്നം മാത്രമായിരുന്നു. ചന്ദ്രൻ പിളർന്ന സംഭവം, ഡേവിഡ് മൂസ പിഡ്കോക്ക് എറണാകുളം സംസ്ഥാന സമ്മേളനം കലൂർ നഗരിയിൽ, അതിനുവേണ്ടി അധ്വാനിക്കാൻ നമ്മിൽ ചെറുക്കൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവർക്കും അല്ലാഹുവേ നീ ഉന്നതമായ പ്രതിഫലം നൽകണമേ. വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു ആ സമ്മേളനത്തിന് ആതിഥ്യം നൽകാൻ ഈ ജില്ലക്കാർക്ക് അവസരം ലഭിച്ചത്. ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കത്തോലിക്കക്കാരനായിരുന്ന ഡേവിഡ് മൂസ പിഡ്കോക്ക് ആയിരുന്നു. ആ ഡേവിഡ് മൂസ പിഡ്കോക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് ചന്ദ്രൻ പിളർന്ന സംഭവത്തെ കുറിച്ചുള്ള പഠനമായിരുന്നു. വൻഷക്കൽ ഖമർ എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞ ആ ചന്ദ്രൻ പിളർന്ന സംഭവം അതുണ്ടായപ്പോ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു അത് മുഹമ്മദ് നബിന്റെ സിഹറാണ്. അങ്ങനെയൊന്നുമില്ല, അതൊരു കൺകെട്ട് വിദ്യയാണ്, വിശ്വസിക്കാൻ പറ്റൂല എന്ന് മുശ്രിക്കുകൾ കളിയാക്കി. പക്ഷേ റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്തായിരുന്നു. ഈ സംഭവത്തെ പറ്റി ഇപ്പോൾ വ്യതിയാന കക്ഷികളിൽപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത് അതങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അംഗീകരിക്കാൻ പറ്റില്ല. ചന്ദ്രൻ പിറന്ന സംഭവം, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഹദീസ് ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണം എന്താ അറിയോ? പടച്ച പണ്ഡിതന്മാരും നേതാക്കന്മാരുമാണ്. എവിടെ? നമ്മളെല്ലാ അത്തഹിയാത്തിനും പറയുന്ന മസീഹ് ദജ്ജാലില്ലേ, അത് ഈ പടച്ച പണ്ഡിതന്മാരെ പറ്റി നേതാക്കന്മാരെ പറ്റിയാ പറയുന്നത്. ദശക്കണക്കിന് ഹദീസുകൾ ദജ്ജാലിന്റെ പ്രത്യേകത പറയുന്നതായി നമുക്ക് കാണാം. അതിനെയാണ് ഒറ്റയടിക്ക് തന്റെ ബുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് വ്യാഖ്യാനിച്ച് തങ്ങളുടെ ആസ്ഥാനത്തിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവിനെ പറ്റി എന്താ അവർ പറഞ്ഞു വെച്ചത്? നേരത്തെ വ്യതിയാന കക്ഷികൾ പറയുന്ന അതേ കാര്യം. സംസം വെള്ളത്തിന് രോഗശമനമുണ്ടെന്ന് പറയുന്ന മുഴുവൻ ഹദീസുകളും ദുർബലമാണെന്നാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഹദീസ് പണ്ഡിതരെന്ന് അവർ തന്നെ പരിചയപ്പെടുത്തുന്ന അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു വെച്ചതും മർക്കസ് ദഅവയിൽ നിന്നും ഇപ്പോഴും വിറ്റയിച്ചു കൊണ്ടിരിക്കുന്നവരും. ആദർശ വ്യതിയാനം എന്ന് പറയുന്നത് കടയിൽ വാങ്ങാൻ കിട്ടുന്നതല്ല, പഠിച്ചു മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇതാണ് സഹോദരങ്ങളെ ഇവിടെ എന്താ പറ്റിയത്? ഹദീസുകളെ തന്റെ സ്വന്തം ബുദ്ധിയിലിട്ട് ഈ അടുത്ത് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വന്ന റഹീം കുറ്റ്യാടി, അദ്ദേഹത്തിന്റെ പരിപാടിയിൽ കുറ്റ്യാടിയിൽ വെച്ച് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായി. അദ്ദേഹം ഒരു കോട്ടിംഗ് വായിച്ചു. പ്രഥമ ബുദ്ധിയ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം സ്വീകരിക്കാൻ പറ്റൂ എന്നവർ എഴുതി വെച്ച ഉദ്ധരണിയാണ് എന്നെ ചിന്തിപ്പിച്ചത് എന്ന്. അല്ലെ, ബുദ്ധിക്കനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഖുർആനിൽ വിശ്വസിക്കാൻ പറ്റുമോ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹം അള്ളാഹുവിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ ഒരു പ്രശ്നം വന്നപ്പോ നേരെ അങ്ങ് കപ്പലിൽ കയറി രക്ഷപ്പെടുകയാണ്. കപ്പലിൽ പ്രശ്നം ഉണ്ടായ ഒരാൾ അധികണ്ട് നറുക്കിട്ട് കിട്ടിയത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കടലേക്ക് എടുത്തിട്ടു. മത്സ്യം വീങ്ങി, മത്സ്യം കൊണ്ടുപോയി. എന്നിട്ട് അള്ളാഹ് പറയാണ് ആ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ തഖ്വ, അദ്ദേഹത്തിന്റെ ഖേദം
അത് പടച്ചോൻ അംഗീകരിക്കുകയും പിന്നെ ഈ മത്സ്യം കരക്കൊന്നൊരൊറ്റ തുപ്പെടുത്തു. എന്താ ബുദ്ധി കൊള്ളുക്കണം, ഒരു മത്സ്യം ഒരു മനുഷ്യനൊന്നായിട്ട് വീങ്ങിട്ടെടുക്കും. ഒരു കുറെ കഴിഞ്ഞിട്ട് ഈ മനുഷ്യന് യാതൊന്നും സംഭവിക്കാതെ അംഗീകരിക്കാൻ പറ്റില്ല. ഇസ്ലാം എന്ന് പുറത്തായി ഇപ്പൊ ഖുർആനാ പറഞ്ഞത്. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് മാത്രമേ വിശ്വസിക്കെങ്കിലേ ഇസ്ലാം എന്ന് പുറത്താകും. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ ഭാഗം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധി പരിമിതമാണ്. ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരെ ബുദ്ധിയുടെ വ്യത്യാസമല്ലേ? ഓരോരുത്തർ ബുദ്ധിക്കനുസരിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ ഓരോരുത്തർക്കും ഓരോ മതമായിരിക്കും, ഇസ്ലാമായിട്ട് മാറിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവിടെയാണ് സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്ന രീതിശാസ്ത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതുകൊണ്ട് വ്യതിയാനങ്ങൾ വരുന്നത് എങ്ങനെ എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതാ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേര് സലഫികൾ. സലഫികൾ സ്വഹാബാക്കൾ അംഗീകരിക്കുന്ന, അവരെ മാതൃകയാക്കുന്ന, അവർ മനസ്സിലാക്കിയതുപോലെ ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നവരെന്ന് പറയാനുള്ള കാരണം, ഈ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കുന്നിടത്തും ഒരു മധ്യമ നിലപാടാണ് നമുക്കുള്ളത്. ഇത് വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ കാലഘട്ടമാണ്. നമുക്കാർക്കും കിതാബുകൾ പരിശോധിക്കുവാനും അറിവുകൾ തേടാനും സാധിക്കും. അതിനെ നമ്മൾ ഒരിക്കലും തടഞ്ഞു വെക്കാറില്ല. അങ്ങനെ തടഞ്ഞു വെച്ചാൽ അതൊരു മദ്ഹബിന്റെയും തഖ്ലീദിന്റെയും ഭാഗത്തേക്ക് പോകും. അതേ സന്ദർഭത്തിൽ അങ്ങനെ കിട്ടുന്ന അറിവുകൾ, ആ അറിവുകൾ നേരെ അങ്ങ് പറയാൻ കഴിയുമോ? ഇല്ല. മറിച്ച് ഈ ഹദീസ്, എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ അറിവ് ഞാൻ മിമ്പറിന്റെ മുകളിൽ കയറി പറയുന്നതിന് മുമ്പ്, ജനങ്ങളോട് ക്ലാസ് എടുക്കും മുമ്പ്, ഈ ഹദീസ് സലഫുസ് സ്വാലിഹീങ്ങൾ കണ്ടിട്ടില്ലേ? മുൻകാല പണ്ഡിതന്മാര് കണ്ടിട്ടില്ലേ? അവരെങ്ങനെയാണ് ഈ ഹദീസിനെ അപ്പായിരിക്കും അതിന് അനുബന്ധമായ മറ്റൊരു ഹദീസ് ഉണ്ടാകും. ഉദാഹരണം, ഒരു സ്വഹാബി എപ്പോൾ കൈകെട്ടി നിസ്കരിക്കാൻ നിന്നാലും ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. എപ്പോഴും ഓതും. ഈ ആളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്ത് പരാതിയെത്തി. റസൂലുള്ള ചോദിച്ചു, എന്തേ? എനിക്കതിനോട് വല്ലാത്ത ഇഷ്ടമാണ്. റസൂലുള്ള പറഞ്ഞു, ആ ഇഷ്ടം നിന്നെ സ്വർഗത്തിലെത്തിക്കട്ടെ. ഈ ഹദീസ് ഒരാൾ കണ്ടു. അയാൾ ആലുവപ്പള്ളി അല്ലാഹു അക്ബർ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ഖുൽ ഹുവല്ലാഹു അഹദ് പറഞ്ഞു. തെളിവുണ്ട്. എന്താ? എല്ലാ തെളിവുണ്ട്. ഹദീസ് ഉണ്ട്. ശരി, ഈ കാര്യം അനുവദിച്ചു കൊടുത്ത റസൂലുള്ള എല്ലാ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു ഓതിയോ? ഇല്ല. സ്വഹാബത്ത് ഓതിയോ? ഇല്ല. അത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അയാൾക്ക് ആ സൂറത്തിനോടുള്ള ഇഷ്ടം, ആ ഇഷ്ടം റസൂലുള്ള അനുവദിച്ചു കൊടുത്തു. നമുക്ക് എപ്പോഴെങ്കിലും ഓതിക്കൂടാന്നല്ല, മറിച്ച് അതൊരു പൊതു നിയമമാക്കാൻ പറ്റും. അവിടെയാണ് ഒരറിവ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ അറിവ് പെട്ടെന്ന് അങ്ങ് കിട്ടിയ ചാൻസ് ഇന്ന് ഖുതുബയിൽ അടിച്ചു പറഞ്ഞു കളയാം, എന്ന് ആർക്കും കിട്ടാത്തൊരു അറിവ് എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഈ ഹദീസ്, ആ ഹദീസുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കണം. എന്നിട്ട് പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് ഒരിക്കലും നമ്മുടെ രീതിശാസ്ത്രത്തിന് വിരുദ്ധമല്ലാത്ത രൂപത്തിൽ എന്നാൽ ഒരു അറിവിനെയും പിടിച്ചു വെക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനം ഒരിക്കലും അനുവദിക്കില്ല. കാരണം അറിവിന്റെ വിസ്ഫോടനം ഖുർആനിനെയും ഹദീസിനെയും സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രസ്ഥാനം നിലനിൽക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, പ്രമാണങ്ങളുടെ വിഷയത്തിൽ കൃത്യമായ കർക്കശമായ നിലപാടാണ് നമുക്കുള്ളത്. ഒരു തരത്തിലുള്ള വ്യതിയാനവും നമ്മൾ അനുവദിക്കുകയില്ല. ഉദാഹരണമായി കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ എന്ന് പറഞ്ഞ് കൊച്ചാക്കി പലപ്പോഴും വിമർശകർ കാണാറുള്ള വിഷയങ്ങൾ, സുബഹിയിൽ മാത്രമുള്ള കുനൂത്ത്, സുബഹിക്ക് മാത്രമുള്ള കുനൂത്ത്, ഈ കുനൂത്ത് സംബന്ധിച്ച ഹദീസുകൾ ലഈഫാണ് എന്ന് അത് ചെയ്യുന്ന ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് പോലും അറിയാം. പിന്നെ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? ഒന്നുമില്ല. ആലാലൊരു മദ്ഹബ് സ്വീകരിക്കണ്ടേ? സ്വീകരിക്കണം. നമ്മൾ ഷാഫി മദ്ഹബല്ലേ? ആ ഷാഫി മദ്ഹബ, അതുകൊണ്ട് ചെയ്യാം. റസൂലുള്ള ചെയ്തോ? ചെയ്തിട്ടില്ല. അപ്പൊ നോക്കൂ, റസൂലുള്ള ചെയ്തിട്ടില്ല, മദ്ഹബിന് അപ്പൊ ആർക്കാ പ്രാധാന്യം? അങ്ങനെ കൃത്യമായി തെളിയിച്ചു കൊടുക്കാൻ പറ്റിയ വിഷയം, സുബഹിലെ കുനൂത്ത് പാടില്ല, ബിദ്അത്താണ്. നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഇമാം ഇങ്ങനെ ദുആ ചെയ്യുകയും ബാക്കിയുള്ളവർ ആമീൻ പറയുകയും ചെയ്യുന്ന ഒരു സംഭവത്തിന് ലൈഫായ ഹദീസ് പോലും അത് ചെയ്യുന്ന ആളുകൾ ഉദ്ധരിക്കാറില്ല. അത് ബിദ്അത്താണ്, ചെയ്യാൻ പാടില്ല. ഗൗരവത്തോടുകൂടി നാം സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തറാവീഹിന്റെ റക്അത്ത്, കൈ നെഞ്ഞത്ത് കെട്ടൽ, ഇതേപോലെയുള്ള വിഷയങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സലഫിന്റെ രീതിശാസ്ത്രം അനുസരിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. ഒരു വിട്ടുവീഴ്ച ആവശ്യം. വിട്ടുവീഴ്ച ചെയ്യാൻ വിചാരിച്ച ആളുകൾ ചെയ്ത രൂപം കേൾക്കണോ? പ്രബോധനത്തിൽ ഒരിക്കൽ കൂട്ടപ്രാർത്ഥന സംബന്ധിച്ചൊരു അഭിപ്രായം വന്നു. ആ ലേഖകൻ പറയുകയാണ്, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒറ്റക്കാണ് പ്രാർത്ഥിച്ചത്.
അടുത്ത വാചകം. എന്നാൽ കൂട്ടായി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് ഈ ലേഖകൻ കരുതുന്നില്ല. ആരാ ഈ ലേഖകൻ? ആദ്യം സത്യം വ്യക്തമായി പറഞ്ഞു. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും റസൂലും സ്വഹാബത്തും ഒറ്റക്കാണ് പ്രാർത്ഥിച്ചത്. പിന്നൊരു എന്നാലില്ല, പിന്നൊരെങ്കിലും ഇല്ല. എന്നാൽ കൂട്ടായി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് ഈ ലേഖകന്റെ തറവാട് സ്വത്തല്ല ഇസ്ലാം. മനസ്സിലായോ? അതിനുള്ള മറുപടി അതാണ്. അപ്പൊ വളരെ കൃത്യമായി ഖുർആനും ഹദീസും എന്നാൽ സ്വഹീഹായ ഹദീസുകൾ സ്വീകരിക്കുന്നവരിൽ തന്നെ വീക്ഷണ വ്യത്യാസങ്ങൾ വരാം. ഉദാഹരണമായി അത്തഹിയാത്തിൽ വിരലണക്കുന്ന വിഷയം അത് പുണ്യകരമാണെന്ന് കൃത്യമായ ഹദീസ് ഉള്ളപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ഹദീസിനെ മനസ്സിലാക്കിയെടുത്ത് ഇളക്കേണ്ടതില്ല എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ, സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് മനസ്സിലായാൽ, ഒരുപക്ഷെ സലഫികളിൽ തന്നെ ഭിന്ന വീക്ഷണങ്ങൾ വരും. അത് മസ്അലയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്, മൻഹജിലുള്ളതല്ല. കാരണം സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് സമയല്ലാഹു ലിമൻ ഹബിദ. ചില ആളുകൾ കൈ ഇങ്ങനെ താഴ്ത്തിയിടുന്നു, വേറെ ചില ആളുകൾ കൈ കെട്ടുന്നു. നിങ്ങളെ വള്ളി തന്നെയല്ല രണ്ടു കൂട്ടരെയും കാണുന്നത്. അതെ, പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുപോവുക എന്നാണ് ഹദീസ്. പൂർവസ്ഥിതി എന്നത് ചില പണ്ഡിതന്മാർ ഇതാണ് പൂർവസ്ഥിതി എന്നും അല്ല, നേരെ നിൽക്കലാണ് പൂർവസ്ഥിതി. ഇവിടെ സ്വഹീഹായ ഹദീസിനെ മനസ്സിലാക്കിയെടുത്തുള്ള വീക്ഷണ വ്യത്യാസം അതുണ്ടാകും. അവിടെ മൻഹജിൽ പടക്കുന്നില്ല. കാരണം ഖുർആനും സ്വഹീഹായ ഹദീസും തന്നെയാണ് പ്രമാണം. എന്നാൽ കൂട്ടപ്രാർത്ഥനയെ ഇതിനോടാക്കാൻ പറ്റുമോ? അപ്പോ അത്തഹിയാത്തിൽ അല്ലെ പിന്നെ സമയല്ലാഹു പിന്നെ ഇങ്ങനെ കൈ കെട്ടി നിൽക്കുകയും ചെയ്യാം. അപ്പൊ പിന്നെ കുനൂത്ത് അങ്ങനല്ലേ? അല്ല, കുനൂത്തിന് ലൈഫ്, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ലൈഫാണ്. എന്നാൽ ഇവിടെ സ്വഹീഹായ ഹദീസിനെ മനസ്സിലാക്കുന്നിടത്താണ് വ്യത്യാസം. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോടൊപ്പം തന്നെ പ്രമാണങ്ങളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ കൃത്യവും കർക്കശവുമായ നിലപാടുകൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും മൻഹജ് വേണം. സ്വഹാബാക്കളുടെ രീതി നമ്മുടെ ജീവിതത്തിൽ വേണം. എല്ലാ രംഗത്തും അതിലേറ്റവും പ്രധാനം പ്രമാണങ്ങൾ പഠിക്കലും പകർത്തലും തന്നെയാണ്. ഖുർആനും ഹദീസും പഠിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു സമൂഹമായി മാറുക. ഖുർആൻ ഇറങ്ങി തീർന്നപ്പോൾ ജീവിക്കുന്ന ഖുർആനുകൾ അവിടെ ഉണ്ടായി, ജീവിക്കുന്ന ഖുർആനുകൾ ഉണ്ടായി അവിടെ, ജീവിക്കുന്ന ഹദീസുകൾ ഉണ്ടായി അവിടെ. അവരുടെ ജീവിതത്തിൽ രാത്രിയാണ്, ഒരു ദിവസം ഇശാ സമയത്താണ് സ്ത്രീകളുടെ വസ്ത്രധാരണം സംബന്ധിച്ച ആയത്തിറങ്ങുന്നത്. സുബഹിക്ക് ബഹുമാന്യരായ സ്വഹാബ വനിതകൾ വരുമ്പോൾ, തിരിച്ചു പോകുമ്പോൾ അവർ മുള്ളുകൾ കരുതി, ചെറിയ ഈർക്കൽ കരുതി. രാവിലെ സുബഹിക്കെത്തുമ്പോഴേക്കും പർദയുടെ ആ മഫ്തയുടെ ആയത്ത് ബഹുമാനപ്പെട്ട സ്വഹാബ വനിതകൾ പ്രാവർത്തികമാക്കി. അടുത്ത വെള്ളിയാഴ്ച മുതൽ, അടുത്ത നോമ്പ് മുതൽ എന്നിങ്ങനെ നമ്മളെ പോലെ അവധി വെച്ചില്ല. ആ അവധി വരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് എന്താണ് തെളിവ്? അതെ, ജീവിതം ആ സ്വഹാബാക്കളുടെ രീതിയിൽ ആക്കി തീർക്കലാണ് ഞാനും നിങ്ങളും മൻഹജിലൂടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വശം. മറ്റൊരു ഉദാഹരണം, നേതൃത്വത്തെ അനുസരിക്കുക. നേതൃത്വം എന്ന് പറയുന്നത് ഇസ്ലാമികമായ നേതൃത്വം. ആ നേതൃത്വത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമികമായ മര്യാദയിൽപ്പെട്ടതാണ്. കാപ്പിരിയായ ഒരു അടിമയാണ് നിങ്ങളുടെ അമീറായി തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ പോലും ആ അമീറിനെ അനുസരിക്കണമെന്നും റസൂലുള്ളാഹി പറഞ്ഞത് അതാണ്. ആ രംഗത്ത് നമ്മുടെ ശാഖയിലായിരുന്നാലും മണ്ഡലത്തിലായിരുന്നാലും ഏത് രംഗത്തായിരുന്നാലും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമ്മൾ ഒരാളെ തീരുമാനിച്ചാൽ, ദീനിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ തുറന്നു പറയാം. അതേ സന്ദർഭത്തിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയാൻ ഈ സലഫ് സ്വാലിഹികളുടെ രീതി അംഗീകരിക്കുന്ന ഒരാൾക്ക് സാധ്യമേ അല്ല. അതേപോലെ വിമർശിക്കുന്നതിലുമുണ്ട് മൻഹജ്. ഒരാൾ ഒരു സദസ്സിൽ വെച്ച് ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിമർശകന്റെ മനസ്സിലുണ്ടാകേണ്ടത് അയാളോടുള്ള ഗുണകാംക്ഷയായിരിക്കണം. ഒരുപക്ഷെ ഒരു സദസ്സിൽ വെച്ച് ഞാൻ അവതരിപ്പിക്കേണ്ട ഒരു കണക്ക് അവതരിപ്പിച്ചിട്ടില്ല എന്ന് കരുതുക. എങ്കിൽ ആ കണക്കിനെ പറ്റി എന്നോട് ചോദിക്കണം. അല്ല, നമ്മുടെ പരിപാടി കഴിഞ്ഞു, സ്വാസംഗം പിരിച്ചുവിടുകയാണ്, കണക്ക് അവതരിപ്പിച്ചില്ലല്ലോ. ചോദ്യം തന്നെ ഗുണകാംക്ഷയോടുകൂടി. അപ്പൊ ഒരുപക്ഷെ ഞാൻ പറയും, അത്ര ശ്രദ്ധിച്ചില്ല, തിരക്കിനിടയിൽ മറന്നുപോയി. അപ്പൊ പ്രസിഡന്റ് പറയും, അടുത്ത യോഗത്തിൽ മിനിറ്റ്സിൽ എഴുതി. അതല്ല, കണക്ക് അവതരിപ്പിക്കണം, ഇവിടെ ഫലവും നടക്കുന്നുണ്ട്, ഒക്കെ ചോദ്യം ചെയ്യാൻ ആളില്ലാഞ്ഞിട്ടാണ്. അപ്പൊ എന്തായി, ഓഹാ ഓൻ അത്രയോ എന്ന് വരും. ആ രീതിയിൽ നോക്കൂ. എന്തിനീ വിമർശനം? വിമർശിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കണം.
ആ ചോദ്യം, കണക്കിനെ പറ്റിയുള്ള ആ ചോദ്യം ചോദിച്ചത് കൊണ്ടാണല്ലോ ഒരു ജ്യൂസെങ്കിലും ആ സംഘടനയുടെ പണമെടുത്ത് ഞാൻ കുടിച്ചു പോകുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞത് ആ ചോദ്യമാണല്ലോ എന്ന് വിചാരിച്ച് വിമർശിച്ചവന് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്ന അവസ്ഥയെത്തും. ആ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിച്ച സ്വഹാബാക്കൾ അവരുടെ രീതിശാസ്ത്രം അനുസരിച്ച് വിമർശനത്തിന്റെ സ്വഭാവം, ജീവിതത്തിലെ പെരുമാറ്റങ്ങൾ, എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, നമ്മുടെ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പോകുന്ന ആളുകളോട് എങ്ങനെ പെരുമാറണം, അവിടെ പോലും മനുഷ്യരായി വ്യക്തികളായി കാണുവാനും ആ ബന്ധങ്ങൾ പുലർത്താനും ആദർശരംഗത്ത് കർക്കശമായ നിലപാട്. അല്ലേ? എന്നാൽ നിങ്ങൾക്കിടയിൽ അവർക്കിടയിൽ അവർ പരസ്പരം കരുണയോടുകൂടി വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾ അറിയുക, നമ്മളൊരു പാർട്ടിയല്ല, നമ്മൾ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, നമ്മളൊരു സാംസ്കാരിക സംഘടനയല്ല. നമ്മുടെ ശാഖയിലുള്ള ആദർശം അംഗീകരിച്ച നമ്മൾ തമ്മിൽ എന്തെന്നില്ലാത്തൊരു സ്നേഹമുണ്ടാകണം. യൂണിറ്റ് പ്രസിഡന്റ് അറിയാതെ സെക്രട്ടറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകണം, ട്രഷറർ തന്റെ മെമ്പർമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകണം. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുകയും കരുണയോടുകൂടി വർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം സ്വഹാബാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമ്മുടെ ജോലി, ആ ജോലി നമ്മുടെ മുതലാളിയിൽ നിന്ന് നമ്മൾ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ ആ മുതലാളിയോട് നമ്മൾ പുലർത്തേണ്ട നീതിയുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കേണ്ട അവകാശങ്ങളുണ്ട്. ഒരു ദുർന്യായം പറഞ്ഞുകൊണ്ട് ആ മേശയിൽ നിന്നും ഒരു 100 രൂപയെടുത്ത് എന്റെ കീശയിലിടാൻ പാടില്ല. സ്വഹാബ വനിതകൾ പറഞ്ഞു, വിശപ്പ് ഞങ്ങൾ സഹിക്കും, ദാഹം ഞങ്ങൾ സഹിക്കും, എന്നാൽ നരകം സഹിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, നരകം സഹിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന്. എന്തുകൊണ്ടാ സ്വഹാബ വനിതകൾ പറഞ്ഞത്? ആ രംഗം, സാമ്പത്തിക രംഗം, വിവാഹ രംഗം, പൊതുജനവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, എല്ലാ രംഗത്തും എങ്ങനെയാണ് സ്വഹാബാക്കൾ ജീവിച്ച് കാണിച്ചത്, അതേപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, മതസൗഹാർദ്ദം എന്നത് പലരും മതലയനമായിട്ടാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് പാളയം ഇമാം, ആ പാളയം ഇമാം ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞുകയറിയിട്ടാണ് ആ സ്ഥാനത്തെത്തിയെന്ന് എല്ലാവർക്കും അറിയാം. ആ ജമാലുദ്ദീൻ മങ്കട എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മലപ്പുറം ജില്ലയുടെ അവരെ ഉത്തരവാദിത്തപ്പെട്ട നേതാവായിരുന്നു. ആ പാളയം ഇമാം എന്ന സ്ഥാനത്തെത്തിയ അദ്ദേഹം കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഒരു ഹൈന്ദവ ആരാധനാലയത്തിൽ കടന്നു ചെന്നുകൊണ്ട് അവിടെ വെച്ച് മഗ്രിബ് നമസ്കരിക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്തതിനു ശേഷമുള്ള ചടങ്ങിൽ അദ്ദേഹം എന്താ പ്രസംഗിച്ചത്? ദൈവത്തിലേക്കുള്ള മാർഗങ്ങൾ എത്തുന്നത് ഒരിടത്താണ്, പിന്നെ മതങ്ങളുടെ പേരിൽ എന്തിന് കലഹിക്കണം? ദൈവത്തിലേക്കുള്ള മാർഗങ്ങൾ എത്തുന്നത് ഒരിടത്താണ്, ഏത് മതമായാലും ഒരിടത്താണ് എത്തുക. കയ്യടി കിട്ടാൻ, സമൂഹത്തിൽ അംഗീകാരം കിട്ടാൻ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന ഇസ്ലാമിന്റെ പാവനമായ സന്ദേശത്തെയാണ് മതലയന ആശയവുമായി പിച്ചി ചീന്താൻ ഇവിടെ ശ്രമിച്ചത്. സഹോദരങ്ങളെ, മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദമാണ് നമുക്ക് ആവശ്യം. മറ്റു മതങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കണം. എന്നാൽ അവരുടെ ആരാധനാലയങ്ങളെ അവിടെ പോയി അതിനെ ആരാധിച്ചാൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടില്ലേ? അമുസ്ലിങ്ങൾക്ക് പോലും അറിയാം മുസ്ലിങ്ങൾ വിഗ്രഹാരാധനല്ല. അവരെങ്ങനെ ചിന്തിക്കുക, ഇയാളെന്താ ഇവിടെ വന്നിട്ട്, ഇവരെന്താ ഇങ്ങനെ എന്ന് അവര് പോലും അത്ഭുതപ്പെടുകയാണ്. ഭീമാപ്പള്ളിയിൽ ഒരു നോട്ടീസ്, എന്താ നോട്ടീസ്? ക്ഷേത്ര കമ്മിറ്റി കത്തുകൊടുത്തു, ക്ഷേത്രത്തിലെ ഉത്സവം നടക്കാൻ പോകുന്നുണ്ട്, മുസ്ലിങ്ങളിൽപ്പെട്ട എല്ലാവരും വിജയിപ്പിക്കാൻ വേണ്ടി കമ്മിറ്റി ആഹ്വാനം ചെയ്യണം. ഒരു ക്രൈസ്തവരും കൊടുത്തു ഒരു കത്ത്. ഈ 2 കത്ത് കൂടി സ്കാൻ ചെയ്തിട്ട് താഴെ മേൽ കമ്മിറ്റികൾ നമ്മളോട് അവരുടെ ഉത്സവവും ക്രിസ്ത്യാനിപ്പള്ളിയിലെ ഉത്സവം വിജയിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് മഹല്ലിലെ എല്ലാവരും അത് വിജയിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടതാകുന്നു. പള്ളി കമ്മിറ്റിന്റെ പേരിൽ നോക്കൂ എവിടെ എത്തി എന്ന് നോക്കൂ. പച്ചയായ വിഗ്രഹാരാധന ചെയ്തോളൂ എന്ന് ആണ് നോട്ടീസ് അടിച്ച് മഹല്ലുകളിൽ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്, ഒരു കാരണവശാലും ശിർക്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു മുസ്ലിമിന് സഹകരിക്കാൻ പാടില്ല എന്ന കർക്കശമായ നിലപാട് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബത്ത് പഠിപ്പിച്ച ആ നിലപാട് നമ്മളോടൊപ്പം വേണം. അതുമായി ബന്ധപ്പെട്ട് മറ്റു മതങ്ങളിലെ പാലുകാച്ചലിനെ കുറിച്ച് ഹൈന്ദവ പണ്ഡിതന്മാർ പറഞ്ഞത് അദ്വൈതത്തിന്റെ പ്രതീകമാണത്. നമ്മൾ അങ്ങനെ തന്നെ പാല് കാച്ചിയാൽ മാത്രം പോരാ,
പാല് കാച്ചിട്ട് തുളുമ്പണം. നമുക്കും തുളുമ്പണം. ഉടുമ്പിന്റെ മാളത്തിലെത്തിയാൽ അവിടെ എത്തണല്ലോ തുളുമ്പണം. എവിടെ തുളുമ്പണം? അതൊക്കെ മറ്റടുത്ത് പറഞ്ഞതാ. അതും അങ്ങനെ തന്നെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ. അതേപോലെ എഴുത്തിനിരുത്ത്, ബർത്ത്ഡേ പോലെയുള്ള സംസ്കാരങ്ങൾ നമ്മളിലേക്കും വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ആദർശപരമായ വ്യതിരിക്തത നിലനിർത്തുമ്പോൾ ആ വ്യതിരിക്തയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ആദർശത്തിന് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാണോ? ഒരാളിങ്ങനെ താടി നീട്ടി, അല്ലാതെ എന്താ നിങ്ങൾ താടി ഇങ്ങനെ നീട്ടിയത്, എന്നാ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പഠിച്ചു കൊടുക്കാം, എന്നാ അവിടെ തീരുവോ? ഇല്ല, എന്താ പാൻസ് ഇങ്ങനെ ഒരു കണ്ടം പാന്റ്, എന്നാ പിന്നെ അതൊന്ന് താത്ത് ഇറക്കി കൊടുക്കാം. അവസാനം ഇസ്ലാം അല്ലാതാകേണ്ടി വരും. വിമർശനങ്ങൾക്ക് പരിഹാരം ആ വിമർശകർ പറയുന്നത് പോലെ ചെയ്യലല്ല. വലൻ തർള അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിയ മില്ലതഹും. അടച്ചവൻ പറയുകയാണ്, മുഹമ്മദ് നബിയെ, യഹൂദർക്കോ ക്രിസ്ത്യാനികൾക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല നീ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ. അവർക്ക് തൃപ്തി വരില്ല. തീർന്നില്ല. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. അല്ലാഹുവിന്റെ മാർഗം, അല്ലാഹുവിന്റെ നേർമാർഗം, അതാണ് ഏറ്റവും ശരിയായ മാർഗം. അതുകൊണ്ട് ഒരിക്കലും മതലയനത്തിന്റെ രീതികൾ ഉണ്ടാകരുത്. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ കോഴിക്കോട് ഒരു ഈദ്ഗാഹ് നടന്നു. വണ്ടൂരിൽ ഒരു വലിയ ബോർഡ്, കോഴിക്കോട് മോഡൽ എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ? എന്തേ കോഴിക്കോട്ട് നടന്നത്? ചില ആളുകൾക്ക് കോഴിക്കോട്ട് നഗരി കിട്ടിയില്ല, അവർക്ക് ഗ്രൗണ്ട് കിട്ടിയില്ല കഴിഞ്ഞ പെരുന്നാളിന്. അവർ കലക്ടർ അടുത്തെത്തി, ഞങ്ങൾക്ക് നഗരിയില്ല. കലക്ടർ എല്ലാ പെരുന്നാൾ കമ്മിറ്റിക്കാരെയും വിളിച്ചു, ഒരു ചർച്ച ചെയ്തു, എന്താ പരിഹാരം? അപ്പോ നിങ്ങൾക്ക് ഒന്നാക്കിക്കൂടെ? നമ്മൾ പറഞ്ഞു നമുക്ക് ഒന്നാക്കാൻ. നമ്മൾ ആളെ ഏൽപ്പിച്ചു, ഗ്രൗണ്ട് ഒക്കെ റെഡിയാണ്. ശരി, അപ്പൊ ഇവരോടൊപ്പം നിങ്ങൾക്ക് ചേരാൻ പറ്റുമോ? ഞങ്ങൾ റെഡി, മടവൂരികൾ. മറ്റൊരാ ഞങ്ങളും റെഡി. പിന്നെ ഒന്ന് മതിയല്ലോ, ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു ഇത് തുടരണം. ഇല്ല, മിനിറ്റ്സിൽ പോലുമില്ല. അടുത്ത യോഗത്തിൽ കലക്ടർ പറഞ്ഞു, ഇങ്ങനെ തെറ്റായ ഒരു വാർത്ത വന്നു, ഞാൻ ശക്തമായി അതിനെ അപലപിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം ഇവിടെ എടുത്തിട്ടില്ല. കലക്ടർ ആഗ്രഹം ഉണ്ടാകാം തുടരാൻ, അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. ഇതിനെ ദുർവ്യാഖ്യാൻ കോഴിക്കോട് മോഡൽ. കോഴിക്കോട്ട് സലഫികളുടെ ഈദ്ഗാഹിൽ സലഫികളുടെ ആശയം എല്ലാവരും കേട്ടതാണ്. അത് ശരി. ഇനി മറ്റൊരുക്ക് അവരുടെ ആദർശ വ്യതിയാനത്തിന് ഇരുന്നു കൊടുക്കാനുള്ളവരാണ് മുജാഹിദുകൾ. മതരാഷ്ട്രവാദത്തിന്റെ പ്രസംഗം കേൾക്കാനുള്ളവരാണ് മുജാഹിദുകൾ. അതുകൊണ്ട് കോഴിക്കോട്ട് മോഡലല്ല, കോഴിക്കോട്ട് സലഫികളുടെ ഈദ്ഗാഹാണ് നടന്നത്. അത് തുടരാൻ വേണ്ടി മിനിറ്റ്സിൽ പോലും യാതൊരു വാക്കും നമുക്ക് കാണാൻ സാധ്യമല്ല. ആദർശപരമായ വ്യതിരിക്തത, ആ വ്യതിരിക്തത പുലർത്തിക്കൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ സമ്മേളനത്തിന്റെ പടിവാതിൽക്കലാണ്. കേരളത്തിന്റെ കണ്ണുകൾ മുഴുവനും കോട്ടക്കൽ രണ്ടത്താണി സലഫി നഗറിലേക്ക് നീങ്ങുമ്പോ അടുത്ത വെള്ളിയാഴ്ച ജുമുഅക്ക്, വെള്ളിയാഴ്ച ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ മക്കൾ, നമ്മുടെ ജ്യേഷ്ഠന്റെ മകൻ, നമ്മുടെ ബന്ധുക്കൾ, ആ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടാകണം. വെള്ളിയാഴ്ച പോകാൻ പറ്റാത്തവർ ശനിയാഴ്ച അവിടെ എത്തണം. അവിടെ 3 ദിവസത്തെ വിരുന്നാണ്, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന വിരുന്ന്. ആ വിരുന്ന് വിജയമാക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമ്മേളനം അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിൽ വളരെ ഉപകാരപ്പെടുന്ന, ഇഹലോകത്തും പരലോകത്തും നമുക്കൊക്കെ ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു വലിയ സമ്മേളനമാക്കി വിജയകരമാക്കി നാഥൻ മാറ്റുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.